സ്ഥലം എവിടെ? ഏതാ സ്റ്റീഫന്റെ സർവർ ഏതാണാവോ? സ്റ്റീഫന്റെ സർവർ ഇടുക്കിന്ന് സ്റ്റീഫൻ ഇട്ടിട്ടുണ്ട്. അപ്പോ ഇടുക്കി ആകുമ്പോ പറഞ്ഞ ഇഷ്യൂ ഉണ്ടാവാൻ വഴിയുണ്ട്. ഏതാ സർവർ? പ്രൊവൈഡർ ആരാ? കണക്ഷൻ ഏതിന്റെ? BSNL ബെസ്റ്റ്. അപ്പൊ ഈ ഓൺലൈൻ പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് വെച്ചിട്ട് തന്നെയാണ് കണക്ഷൻ എടുത്തിട്ടുള്ളത് അല്ലേ? ഞങ്ങള് സ്റ്റീഫനെ സസ്പെൻസിൽ എടുത്താണ്. കാരണം വി ആർ നോട്ട് എക്സ്പെക്ടിങ് യു ടു ബി ഹിയർ. ഓക്കെ, ബാക്കിയുള്ളൊരു ടീം മെമ്പേഴ്സ് വീഡിയോ ഓൺ ചെയ്യും. ഇന്ന് മുതൽ വേറെ രീതിയിലാണ് തുടങ്ങുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ മീഡിയേഷൻ തുടങ്ങുന്നുള്ളൂ കേട്ടോ. മിക്കതും എത്ര ആള്? 4 ആളാ? 3 ആള് സർ. 3 ആള്. അപ്പൊ ഒരു 30 മിനിറ്റ് അതിന് പോകും. 10 മിനിറ്റ് മാക്സിമം ടൈം ട്ടാ. തുടങ്ങിക്കോ. ഫസ്റ്റ് ആരാണ്? മീഡിയേറ്റർ. അല്ല, എല്ലാവരും പറയണം. മീഡിയേറ്റർ മാത്രല്ല, എല്ലാവരും ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് ഓഫ് മീഡിയേറ്റർ പറയണം. ഓക്കെ സർ. അപ്പൊ മീഡിയേറ്റർ തന്നെ തുടങ്ങിക്കോ. ഓക്കെ സർ. ഗുഡ് ഈവനിങ്. എൻ്റെ പേര് വിശാഖ. ഞാൻ 20 വർഷമായിട്ട് ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റ് ആണ്. അതേപോലെ 5 വർഷമായിട്ട് ഞാൻ മീഡിയേറ്റർ ആണ്. മൈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആസ് എ മീഡിയേറ്റർ ഇസ് LLM in arbitration and mediation. നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മി അറിയാവുന്നതുകൊണ്ട് ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സാർ, എനിക്ക് വേറെ കുറേ ഒച്ച കേൾക്കുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ആരെ ഫോണിൽ നിന്ന് വരുന്നതെന്ന് അറിയാൻ പറ്റും. അത് അവിടെ മൈക്ക് ഓഫ് ചെയ്യാൻ പറയും. ഓക്കെ സാർ. ഓക്കെ സാർ. അപ്പോഴേക്കും അപ്പോൾ നിങ്ങൾക്ക് തമ്മി അറിയാവുന്നതുകൊണ്ട് ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ മീഡിയേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും മുമ്പ് മീഡിയേഷൻ എന്താണെന്നും മീഡിയേഷൻ്റെ കുറച്ച് ഗ്രൗണ്ട് റൂൾസും ഞാൻ നിങ്ങളോട് പറയാൻ പോകുക. മീഡിയേഷൻ ഒരു വോളണ്ടറി പ്രോസസ് ആയിരിക്കും. ഞാൻ ഒരിക്കലും 2 പാർട്ടീസിനെ ഫോഴ്സ് ചെയ്യത്തില്ല. ഇന്ന ഡിസിഷൻ എടുക്കുക, അത് പറഞ്ഞ് ഞാൻ ഫോഴ്സ് ചെയ്യത്തില്ല. നിങ്ങൾ തമ്മിൽ ഒരു ഡിസിഷനിൽ എത്തിയില്ലെങ്കിൽ മാത്രം ഞാനൊരു സജഷൻ പറയത്തേ ഉള്ളൂ. അത് വേണോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾ തമ്മിൽ പറഞ്ഞൊരു റെസൊല്യൂഷൻ എത്തുന്നതാണ് ഈ പ്രോസസ്സ്. ഇതെപ്പോഴും വോളണ്ടറി ആയിരിക്കും. ഒരു രീതിയിൽ നിങ്ങളെ ഞാൻ ഫോഴ്സ് ചെയ്യത്തില്ല. ഓക്കെ. നെക്സ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അൺഇൻറ്ററപ്റ്റഡ് കോൺവെർസേഷൻസ് ആയിരിക്കും. നിങ്ങൾ ഒരിക്കലും അടുത്ത ആൾ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻ്റർഫിയർ ചെയ്ത് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ തമ്മിൽ എന്തൊക്കെ വാശി, പ്രശ്നം, ദേഷ്യം എന്തുണ്ടെങ്കിലും നിങ്ങളതൊരു അടുത്ത ആളെ റെസ്പെക്റ്റ് ചെയ്ത് മാത്രം സംസാരിക്കുക. നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ ഇടയ്ക്ക് കയറി അൺപാർലമെൻ്ററി വേർഡ്സോ ഇൻഫ്ലമേറ്ററി വേർഡ്സോ ഒന്നും പറയാണ്ടിരിക്കുക. ഓക്കെ. നെക്സ്റ്റ് ഇവിടെ നമ്മളൊരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്ത് സംസാരിച്ചാലും അത് നമ്മുടെ ഇടയ്ക്ക് തന്നെ ഇരിക്കും. ഈവൻ ഇഫ് ഈ കേസ് കോർട്ടിൽ കൊണ്ടുപോയാലും ഞാൻ ഒരിക്കലും കോർട്ടിൽ പോയി പറയേണ്ട ആവശ്യമില്ല. ഈവൻ ഇഫ് ഞാൻ പോയാലും ഇതൊരു എവിഡൻസ് ആയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. നെക്സ്റ്റ്, ഇനി നിങ്ങളെ കോക്കസിൽ വിളിക്കുമ്പോൾ ഞാനവിടെ മാക്സിമം സീക്രസി കീപ്പ് ചെയ്യും. നിങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട് ഞാൻ ഒരിക്കലും അടുത്ത പാർട്ടി എടുത്ത് നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞതെന്ന് പറയാൻ പോകുന്നില്ല. പിന്നെ എൻ്റെ ന്യൂട്രാലിറ്റി ഞാനിവിടെ കീപ്പ് ചെയ്യും. ഞാൻ മാക്സിമം ഇതിൻ്റെ ഔട്ട്കം സോഴ്സസ് എന്താണെന്നോ നോക്കിയിട്ട് അതിൽ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. ഞാൻ എപ്പോഴും ന്യൂട്രലായിട്ടേ നിൽക്കത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് എൻ്റെ മേൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേറൊരു മീഡിയേറ്ററിനെ വിളിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ റൈറ്റാണ്. എനിക്ക് കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യേണ്ടാത്ത പ്രിവിലേജ് പോലെ നിങ്ങളുടെ റൈറ്റാണിത്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഗ്രൗണ്ട് റൂൾസ്. പിന്നെ നമ്മളിവിടുത്തെ ഗ്രൗണ്ട് റൂൾസ് ഫോളോ ചെയ്യണം. അപ്പോൾ ഗ്രൗണ്ട് റൂൾസ് എന്ന് പറയുമ്പോൾ അൺഇൻറ്ററപ്റ്റഡ് കോൺവെർസേഷൻസ് ആയിരിക്കണം. അതേപോലെ തന്നെ 2 പാർട്ടീസും റെസ്പെക്റ്റ് ചെയ്യുക. ഒരാൾ പറയുമ്പോൾ അത് കേട്ട് വെച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നോട്ട് ഡൗൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സമയമാകുമ്പോൾ സംസാരിക്കുക. പിന്നെ നമ്മളിവിടുത്തെ എല്ലാ ഇഷ്യൂസും കൺസേൺസും നോട്ട് ഡൗൺ ചെയ്ത് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ച് സോൾവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു എഗ്രിമെൻറ്റിൽ എത്തുന്നു. ഇതാണ് ഹോൾ പ്രോസസ്സ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് മീഡിയേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ശരി സർ. സാറിന്റെ മൈക്ക് ഓഫാണ്. സാറിന്റെ മൈക്ക് ഓഫാണ്.
അജണ്ട സെറ്റിംഗ് നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ മാത്രം അറിയുന്ന ഒരു പ്രോസസ്സാണത്, ഒരു ടൂളാണത്. മനസ്സിലായോ? അപ്പൊ അത് കക്ഷികളോട് പറയുമ്പോൾ നമ്മൾ അജണ്ട സെറ്റിംഗ് ആണെന്ന് പറയേണ്ട, നമ്മളത് വേറെ രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ അവതരിപ്പിക്കുക ഇങ്ങനെയാണ്. ഇപ്പൊ നമുക്കിവിടെ എന്തൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, നിങ്ങളുടെ എന്താ പ്രശ്നം വെച്ചാൽ അത് നമ്മൾ മനസ്സിലായോ? ആ, അല്ലാണ്ട് അജണ്ട സെറ്റിംഗ് എന്നുള്ള വാക്ക് നമ്മൾ നോർമലി ഇവരെടുത്ത് ഉപയോഗിക്കും. പിന്നെ ഈ മീഡിയേഷനായിട്ട് അത്രയധികം ബന്ധമുള്ള ആൾക്കാർ വരാണെങ്കിൽ മാത്രം നിങ്ങൾ അത് പറയേണ്ടത്, അത് അവരറിയുന്നവരാണ്. അല്ലെങ്കിൽ അജണ്ട സെറ്റിംഗ് എന്ന് പറയേണ്ടത് നമ്മൾ എങ്ങനെയാണ് ചർച്ച ചെയ്യേണ്ടതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൺ ആയിട്ട് നമ്മൾ എഴുതി തയ്യാറാക്കുന്നു. എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്ത് അതിനൊരു തീരുമാനം എത്തുന്നു. ആ രീതി പറഞ്ഞാൽ മതി. അല്ലാണ്ട് അജണ്ട സെറ്റിംഗ് എന്നുള്ള വാക്ക് നിങ്ങൾ ഒരിക്കലും അങ്ങോട്ട് കൺവേ ചെയ്യേണ്ട പാർട്ടീസിന്, കേട്ടോ. ഇത് അല്ലാതെ ഒരുവിധം കവർ ചെയ്തു. ഒന്നും കൂടി നോക്കിയാൽ മതി. ആ ഓർഡറിലായിരുന്നില്ല. കാരണം കോൺഫിഡൻഷ്യാലിറ്റി പറഞ്ഞു, സീക്രസിക്ക് പറയുമ്പോൾ എവിടെയാണ് ന്യൂട്രാലിറ്റി, എന്താണ് ന്യൂട്രാലിറ്റി എന്ന് അവരൊന്ന് അറിയിക്കണം. മനസ്സിലായ? ന്യൂട്രൽ ആവുമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങളുടെ ന്യൂട്രാലിറ്റിക്ക് പോയത്? എനിക്ക് നിങ്ങളുടെ സബ്ജക്റ്റിൽ യാതൊരു താല്പര്യമില്ല, ഇതിന്റെ ഔട്ട്കം എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ ഈ സബ്ജക്റ്റിൽ എനിക്ക് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ല, ഇതിന്റെ ഔട്ട്കമ്മിൽ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഇല്ല, ഈ വക കാര്യങ്ങൾ പറയുമ്പോഴാണ് ന്യൂട്രാലിറ്റി വരുന്നത്, കേട്ടോ. ന്യൂട്രൽ ആയിരിക്കുമെന്ന് മാത്രം. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റി പറയുമ്പോൾ കോടതിയിലേക്ക് എവിഡൻസിന് വിളിച്ചാൽ ഞാൻ കൊടുക്കാൻ നോർമലി കൊടുക്കണ്ട, അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിൽ മാത്രമേ കൊടുക്കേണ്ടി വരുള്ളൂ. ആ രീതിയിൽ പറയണം. സീക്രസിയും അതാ പറയേണ്ടത്. ഫോക്കസ് അങ്ങനെ അന്യോന്യം നിങ്ങളുടെ സമ്മതത്തോടെ അന്യോന്യം പാസ് ചെയ്യുള്ളൂ. ഇത് കോടതി പോവില്ല. അവിടെയും ആരെയും സംസാരിക്കുന്നുണ്ടോ? ഓക്കെ. ആ രീതിയിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം, അവർക്ക് മനസ്സിലാവണം. ഈ പ്രോസസ്സ് പറയുമ്പോൾ ഇങ്ങനെയാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഇഷ്യൂസ് ഡിസ്കസ് ചെയ്ത് നിങ്ങൾ തന്നെ തീരുമാനത്തിലെടുക്കുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റില്ലെങ്കിൽ ഞാൻ സഹായിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞാൻ തീരുമാനം എടുക്കില്ല, ഫോഴ്സ് ചെയ്യുന്നില്ല. ആ ഭാഗങ്ങളൊക്കെ കറക്റ്റാണ്. പിന്നെ ബാക്കിയുള്ളതും അന്യോന്യം റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം. കാരണം നിങ്ങൾ ഇത് ഒരു റെസൊല്യൂഷന്റെ പ്രോസസ്, ഒരു ചർച്ച, മധ്യസ്ഥ ചർച്ചയും അതിന്റെ തീരുമാനത്തിന്റെ ഭാഗമായതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ വേണം കാര്യങ്ങൾ കാണാൻ. ദേഷ്യം വരും, ചെറുതായൊക്കെ ആയാലും കുഴപ്പമില്ല, അധികമാവരുത്. അന്യോന്യം അവഹേളിച്ചുകൊണ്ടുള്ള വാക്ക്, അല്ലാതെ നമ്മൾ അൺപാർലമെന്ററി അതെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സാധാരണക്കാരന് മനസ്സിലാവില്ല. സാധാരണക്കാരനാണെങ്കിൽ അവഹേളിച്ചുകൊണ്ടോ അന്യോന്യം എന്താ പറയാ മോശപ്പെടുത്തുന്നതിലുള്ള വാക്കുകളോ അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കരുത്. പിന്നെ ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തടയരുത്. അത് നിങ്ങളുടെ അവസരം വരുമ്പോൾ തരാം. ആ രീതിയിൽ നമ്മൾ അൺഇൻറ്ററപ്റ്റഡ് സ്പീക്കർ എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ അത് അവർക്ക് മനസ്സിലാവണമെന്നില്ല, കേട്ടോ. അപ്പൊ ആ രീതിയിൽ. നെക്സ്റ്റ് ആൾ ആരാ? വിശാഖ. അടുത്ത ആളാര്? നന്ദിതയും രേവതിയും. നന്ദിത പറയും. സർ, പാർട്ടിയുടെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലേ? അല്ലല്ല, എല്ലാവരും മീഡിയേറ്ററിന്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് കമ്പൽസറി ആയിട്ട് എല്ലാത്തിലും പറയണം. മനസ്സിലായി? ഞാൻ അത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നെറ്റ് കട്ടാവുണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു സർ. അപ്പൊ എനിക്ക് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 3 ആക്ച്വലി ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. എനിക്ക് നെറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സ്ക്രീൻഷോട്ട് ആയിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നെറ്റ് കയറാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ക്ലാസ്സിൽ. കഴിഞ്ഞ ക്ലാസ്സിൽ നിന്ന് കട്ടായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് പിന്നെ കയറാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ക്ലാസ്സിൽ. മാഡം, കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡിംഗ് കിട്ടിയിട്ടുണ്ടോ? അത് ഞാൻ എടുത്തിട്ടില്ല സർ. എടുത്തിട്ട് പ്രൊവൈഡ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം റെക്കോർഡ് കിട്ടിയിട്ടുണ്ടോ അവർക്ക്? ഇല്ല, ഞാൻ ആർക്കും അത് ഇട്ട് കൊടുത്തിട്ടില്ല. ഞാൻ എടുത്തിട്ടില്ല അത് റെക്കോർഡിംഗ്. കിട്ടിയിട്ട് അവിടെ ഇല്ലല്ലോ അല്ലേ? റെക്കോർഡ് ഉണ്ടല്ലോ അല്ലേ? റെക്കോർഡ് ഉണ്ട്. എല്ലാം ഗൂഗിൾ ഡ്രൈവിൽ സേവ്ഡ് ആണ്. എനിക്കത് പെൻ ഡ്രൈവിൽ റിട്രീവ് ചെയ്ത് എടുത്തിട്ട് വേണം. ഓ ശരി. എല്ലാം സേവ്ഡ് ആണ്. ഇപ്പൊ നടക്കുന്നതൊക്കെ സേവ്ഡ് ആണ്. ഇപ്പൊ ഒരു കുറച്ച് ദിവസമായിട്ടുള്ളത്. ഈ നെറ്റ് ഇഷ്യൂ വരുമ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് അതായത് ക്ലാസ്സുകളിൽ റിവ്യൂ ചെയ്യാൻ വന്നെങ്കിലാണ് നമ്മളത്. മറ്റേ പയ്യനോട് വെച്ചിട്ട് ആ 500 MPBയിൽ എങ്ങനെയാ ചെയ്യാന്ന് ചോദിച്ചു നോക്കാം. കഴിഞ്ഞ് നമ്മള് 3 പറഞ്ഞില്ലേ?
അല്ല അത് ടെലഗ്രാം. പക്ഷെ അയാൾക്ക് എക്സാം ആണ്. അയാൾ ഇപ്പൊ അവരുടെ ക്ലാസ്സിൽ തന്നെ ചെയ്യുന്നില്ല. ഇതിപ്പോ ഞാൻ ഓഫീസിൽ നിന്ന് എടുത്തിട്ട് അവിടെ നിന്ന് അയക്കാമെന്നാ വിചാരിക്കുന്നത്. എനിക്കിതിനെ പറ്റി അറിയില്ല. ഓഫീസിൽ നിന്ന് ചെയ്യിക്കാനേ പറ്റുള്ളൂ. ഓ അത് ഓക്കെ. പിന്നെ മറ്റു നിങ്ങൾ കുട്ടികൾക്ക് പരീക്ഷയാണ്, എക്സാമാണ്. അപ്പൊ ഇന്നത്തെ പ്രോസസ്സ് അറിയാതെ മീഡിയേറ്റർ ആ സർ. നന്ദിത ഞാൻ വേണമെങ്കിൽ എൻ്റെ ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പറയാം. ബിക്കോസ് പറഞ്ഞോ. കാരണം വെച്ചാല് മുന്നേ തന്നെ എക്സാമിനേഷന്റെ മോഡൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീഡിയേറ്റർ ഒരാളെ തെരഞ്ഞെടുത്താലും മീഡിയേറ്റർ റോൾ എപ്പോ വേണമെങ്കിലും ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതൊരു എക്സ്ക്യൂസ് അല്ല, പക്ഷെ ഞാൻ അത് എക്സ്ക്യൂസ് ആയി എടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഇന്നലത്തെ അനൗൺസ്മെന്റ്, കഴിഞ്ഞ ക്ലാസ്സിലെ അനൗൺസ്മെന്റ് മാത്രം മുന്നേ തന്നെ പറഞ്ഞത് നമ്മൾ നടത്തുന്നത് എങ്ങനെയാണ്, റോളുകളെ നിശ്ചയിച്ചാലും മീഡിയേറ്റർ റോൾ എല്ലാവർക്കും ഞാൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്നോ? ആ, കാരണം നമ്മൾ ഈ പ്രോസസ്സ് പഠിക്കലാണ്. മനസ്സിലായോ? അപ്പൊ കഥാപാത്രത്തിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ 5 സ്റ്റേജസ് ഏതെങ്കിലും സ്റ്റേജൊക്കെ നിങ്ങളോട് ചെയ്യാൻ പറയും. അപ്പോഴല്ലേ എല്ലാവർക്കും ഈക്വലി ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ മാത്രമല്ലേ പ്രോഗ്രസ്സിൽ പോവുള്ളൂ. 5 ആൾക്കും തരണമെങ്കിൽ നമുക്ക് എത്ര ക്ലാസ് വേണ്ടി വരും? 5 ആളും മീഡിയേറ്റർ ആക്കണമെങ്കിൽ 5 റോൾ പ്ലേ ചെയ്യേണ്ടി വരും. വേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ആരെന്ന് പറയുന്നേ? രേവതിയാ? ഞാനെന്നാ പറയാം. ആ പറയൂ. നന്ദിത റെഡിയാണോ? സർ മീഡിയേറ്ററിന്റെ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ആണോ? ആ ട്രൈ ചെയ്ത് നോക്കൂ. തീരെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഞാനാണോ നന്ദിതയാണോ? നന്ദിത എന്ത് പറയുന്ന? കോൺഫിഡൻസ് ഇല്ലെങ്കിൽ രേവതി തുടങ്ങിക്കോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നന്ദിത ട്രൈ ചെയ്യട്ടെ. അപ്പൊ കുറച്ചുകൂടെ ടൈം കിട്ടും. നന്ദിതയ്ക്ക് ഞാൻ ഒരു പാസ് ഓവർ തരാം. ഓക്കെ, രേവതി. ഓക്കെ. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഇഷ്യൂ ആക്ച്വലി മീഡിയേഷൻ ആയിട്ട് ചൂസ് ചെയ്തതിൽ സന്തോഷം. അപ്പം ഞാനിപ്പോൾ എൻ്റെ പേര് രേവതി എന്നാണ്. ഞാൻ ഒരു 20 വർഷമായിട്ട് ഞാനിവിടെ അഡ്വക്കേറ്റ് ആണ് ഹൈക്കോർട്ടിൽ. ഒരു 10 വർഷമായിട്ട് ഞാൻ മീഡിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് ആക്ച്വലി ഞാൻ മീഡിയേഷൻ എന്താണെന്നും അതിൻ്റെ കുറച്ച് ഗ്രൗണ്ട് റൂൾസും അതിൻ്റെ കുറച്ച് പ്രിവിലേജസും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ബേസിസിൽ പറയാൻ പോവുകയാണ്. അപ്പോൾ മീഡിയേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കാര്യം കൂടെ, എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആസ് എ മീഡിയേറ്റർ എന്ന് പറയുന്നത് LLM ആസ് ഇൻ ആർബിട്രേഷൻ ആൻഡ് മീഡിയേഷൻ ആണ്. പിന്നെ ഈ പ്രോസസ്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ഈ ഇവിടെ സംസാരിക്കുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഈ ഇഷ്യൂവിന് ഒരു സൊല്യൂഷൻ നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ആസ് എ മീഡിയേറ്റർ ഞാൻ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യും എന്നത് മാത്രമാണ്. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സജഷൻസ് തരും. സോ നിങ്ങളുടെ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തന്നെയാണ് ഈ മീഡിയേഷനിൽ സംസാരിച്ച് തീർക്കാൻ പോകുന്നത്. പിന്നെ ഈ മീഡിയേഷൻ്റെ റൂമിലുള്ള കാര്യങ്ങൾ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും എല്ലാം സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനി സെപ്പറേറ്റ് ആയിട്ട് എന്നോട് സംസാരിക്കണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് സംസാരിക്കാം. അത് കോക്കസ് എന്ന് വിളിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ മറ്റൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യില്ല. നിങ്ങളുടെ പെർമിഷൻ ഇല്ലാണ്ട്, നിങ്ങളുടെ പ്രയർ പെർമിഷൻ വാങ്ങിയിട്ടേ ഞാൻ ഓപ്പോസിറ്റ് പാർട്ടിയോട് ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ. അതിലും നിങ്ങൾക്ക് സീക്രസി മെയിൻറ്റെയിൻഡ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മീഡിയേഷൻ ഞാൻ പറഞ്ഞല്ലോ സംസാരിച്ച് തീർക്കേണ്ടതായതുകൊണ്ട് എല്ലാം മാക്സിമം ഓപ്പൺ ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചാലേ ഇതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന് ഒരു മെയിൻ ഗ്രൗണ്ട് റൂൾ എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ എന്താ പറയുക, റെസ്പെക്റ്റോടെ രണ്ടുപേരെയും സംസാരിക്കുക. രണ്ട് പാർട്ടീസും റെസ്പെക്റ്റോടെ തന്നെ സംസാരിക്കുക. ഇപ്പോൾ അൺപാർലമെൻ്ററി ആയിട്ടോ ബാഡ് വേർഡ്സ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഇമോഷണൽ ഇഷ്യൂസ് നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ പോലും അൺപാർലമെൻ്ററി ആയിട്ടുള്ള വേർഡ്സോ അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള വേർഡ്സോ മോശമായ സംസാര രീതികളോ ഇവിടെ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ രണ്ടാമത്തെ ഒരു ഗ്രൗണ്ട് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു പേർക്കും സംസാരിക്കാനായിട്ട് ഞാൻ സമയം തരും. സോ ഒരാൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വേറൊരാളെ സംസാരിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യരുത്, അവർ ഡിസ്റ്റർബ് ചെയ്യരുത്. അതാണ് അടുത്ത ഗ്രൗണ്ട് റൂൾ എന്ന് പറയുന്നത്. പിന്നെ ആസ് എ മീഡിയേറ്റർ എനിക്ക് 2 പ്രിവിലേജസ് ഉണ്ട്.
ഒന്ന്, നിങ്ങൾ ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ സീക്രസി മെയിൻറ്റെയിൻഡ് ആയിരിക്കും. പക്ഷെ ഇൻ കേസ് കോടതിയിലോട്ട് പോകേണ്ട സിറ്റുവേഷൻസ് വന്നാൽ അത് പറയണോ വേണ്ടോ എന്നുള്ളത് അത് എൻ്റെ ഒരു പ്രിവിലേജും കൂടെ ആയിരിക്കും. ഇപ്പോൾ പറയേണ്ട ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രിവിലേജ് ആയിരിക്കും. അത് ആസ് എ മീഡിയേറ്റർ അതെൻ്റെ പ്രിവിലേജാണ്. പിന്നെ ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ സീക്രസി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയായിരിക്കും സംസാരിക്കുന്നത്. പിന്നെ അപ്പോൾ ഇൻ കേസ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഗ്രൗണ്ട് റൂൾസ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രിവിലേജ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രിവിലേജ് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ ഒരു പ്രിവിലേജ് ഉണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ആസ് എ മീഡിയേറ്റർ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് എല്ലാം സംസാരിക്കാം. ഇനി നിങ്ങളുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കുന്നത് ഒരു ന്യൂട്രൽ പൊസിഷനിൽ നിന്നിട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഒരാൾ പറയുന്നതിന് സപ്പോർട്ട് ചെയ്തായിരിക്കില്ല ഞാനിവിടെ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ഡെസിഷൻസ് എടുത്താലും അത് നിങ്ങളുടെ മാത്രം ഡെസിഷൻസ് ആയിരിക്കും. അത് ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്തോ അല്ലെങ്കിൽ ഒരാളെ ഇഗ്നോർ ചെയ്തോ ഞാൻ നിൽക്കില്ല. സോ രണ്ടുപേർക്കും ഒരു സൊല്യൂഷൻ ന്യൂട്രൽ രീതിയിൽ ഞാൻ കൊണ്ടെത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഞാൻ ന്യൂട്രൽ അല്ല, നിങ്ങൾ ആരെങ്കിലും ഒരാളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ല, ആസ് എ മീഡിയേറ്റർ എൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ മാറ്റാവുന്നതാണ്. അത് നിങ്ങളുടെ പ്രിവിലേജാണ്. സോ ദിസ് ഇസ് യുവർ പ്രിവിലേജ്. സോ എൻ്റെ പ്രിവിലേജ് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പ്രിവിലേജ് ഞാൻ പറഞ്ഞു. പിന്നെന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും ആദ്യം പറയേണ്ട ഒരു കാര്യമായിരുന്നു, ഇത് ആക്ച്വലി ഒരു വോളണ്ടറി പ്രോസസ്സാണ്. സോ നിങ്ങളുടെ ഇടയിൽ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. ഇത് ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്ത് ഇവിടെ ഇരിപ്പിക്കുന്നതല്ല. സോ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഈ പ്രശ്നം സോൾവ് ചെയ്യണം എന്നുള്ള മനസ്സോടെ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാം. ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. സോ ഇതൊരു വോളണ്ടറി പ്രോസസ്സാണ്. ഞാൻ നിങ്ങളിവിടെ ഫോഴ്സ് ചെയ്യില്ല ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ്. ഇതാണ് പിന്നെ മീഡിയേഷൻ്റെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് പിന്നെ വേറൊരു കാര്യം, ഈ മീഡിയേഷൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഒരു എഗ്രിമെൻ്റ് എഴുതേണ്ടതാണ്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ, ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചോളാം എന്നുള്ളതിൻ്റെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾ എഴുതുക, അത് നിങ്ങൾ സൈൻ ചെയ്യാം. അതാണിപ്പോൾ ഈ മീഡിയേഷനെ പറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്. സോ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും എന്താണോ പറയാനുള്ളത് അത് തുറന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാം, എന്നാലേ നമുക്ക് ഇതിനൊരു തീരുമാനം എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിനി ഈ മീഡിയേഷൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ എന്തെങ്കിലും ഇഷ്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പ്രൊസീഡ് ചെയ്യാം. കഴിഞ്ഞോ രവതി? കഴിഞ്ഞോ? കഴിഞ്ഞു സർ. നിങ്ങൾക്ക് ചെക്ക് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കട്ടെ. നിങ്ങൾ പറയുമ്പോൾ ഏതെങ്കിലും വിട്ടുപോകാതിരിക്കാൻ വേണ്ടി സ്റ്റേജിൽ നോട്ട് ചെയ്ത് അത് നിങ്ങൾ ഓരോ നോട്ട് കയ്യിൽ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഫുള്ളായി നിങ്ങൾ പറഞ്ഞു വായിക്കാൻ. ആക്ച്വൽ മീഡിയേഷനിലായാലും ശരി, റോൾ പ്ലേയിലായാലും ശരി, അത് വെക്കാം. തുടക്കത്തിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വേണ്ടി വരും. അപ്പോൾ ഓരോന്നും ഏതൊക്കെ പറയണം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കാം, ടിക്ക് ചെയ്യുകയും ചെയ്യാം, ഒന്ന് വിട്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ പ്രിവിലേജ് എന്ന് ഉദ്ദേശിച്ചത് രവതി, സിവിൽ പ്രൊസീജിയർ ADR മീഡിയേഷൻ റൂൾ പ്രകാരം ഉള്ള പ്രിവിലേജ് ആണ്. അത് വെച്ചാൽ നോർമലി കോടതി ഒരു മീഡിയേഷനിൽ എന്ത് നടന്നു എന്ന തെളിവെടുക്കാൻ വേണ്ടിയിട്ട് മീഡിയേറ്ററെ വിളിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ്. വിളിച്ചാൽ ആ പ്രൊവിഷൻ ഉള്ളതുകൊണ്ട് തന്നെ മീഡിയേറ്റർ പോകണ്ട, അതങ്ങനെ തെളിവ് കൊടുക്കണ്ട എന്നുള്ളതാണ് പ്രിവിലേജ്. പിന്നെ അതിന് എക്സെപ്ഷൻസ് ആണ് വരുന്നത്. അത് വല്ല ക്രൈം നടക്കുകയോ മീഡിയേഷനിൽ നടന്ന ക്രൈമോ അല്ലെങ്കിൽ അങ്ങനെ വല്ല ഉണ്ടായോ അതിനെക്കുറിച്ചുള്ള തെളിവുകൾ. പിന്നെ പ്രൈവറ്റ് മീഡിയേഷൻ ആണെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ഉണ്ടായോ എന്നുള്ളത്, അല്ലാണ്ട് ഫാക്ടിനെ കുറിച്ചല്ല. അപ്പോഴും അറ്റ് എനി കോസ്റ്റ് ഫാക്ടിനെ കുറിച്ചുള്ളതാണ് പ്രിവിലേജിൽ വരുന്നത്. തീരെ എവിഡൻസ് കൊടുക്കണ്ട എന്നുള്ളതല്ല. എവിഡൻസ് കൊടുക്കണ്ട, എക്സെപ്ഷണൽ സാഹചര്യം കൊടുക്കേണ്ടി വരുള്ളൂ. എന്നാലും തന്നെ ഫാക്ടിനെ കുറിച്ചുള്ള എവിഡൻസ് ഒരിക്കലും കൊടുക്കണ്ട. മനസ്സിലായോ? അപ്പൊ അതാണ് പ്രിവിലേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. പാർട്ടിക്കും ഈ കോൺഫിഡൻഷ്യൽ ആണ്. എന്തെങ്കിലും ക്രൈം നടക്കുകയോ മറ്റൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും തെളിവ് മീഡിയേഷനുള്ളിൽ നടന്നാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് സർജറി അല്ലെങ്കിൽ മറ്റേത്
അങ്ങനെയുള്ളതുമല്ല, അല്ലെങ്കിൽ ത്രെട്ടോ അങ്ങനെ ക്രിമിനൽ ഫോഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഫാക്ട് മാത്രമാണ് അവിടെ കൊടുക്കുന്നത്. അല്ലാതെ മീഡിയേഷന്റെ വരുന്നില്ല. കാരണം അതാണ് പ്രിവിലേജ് വരുന്നത്. മറ്റേ എക്സെപ്ഷൻ ടു പ്രിവിലേജ് ആണ്, ചില സാഹചര്യത്തിൽ മാത്രം പോകണം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ സർ. ഓക്കെ, നന്ദിത കേറിയോ? പോയിരുന്നു അപ്പൊ തന്നെ. നെറ്റ് പോയതാണോ? നെറ്റ് പോയതാ സർ. ഫോണിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പൊ കുഴപ്പമില്ല സർ. ട്രൈ ചെയ്ത് നോക്കൂ. എന്റെ പേര് നന്ദിത. ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആണ്. 5 വർഷമായിട്ട് ഞാൻ മീഡിയേഷൻ ചെയ്യുന്നു. എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ LLM ചെയ്തേക്കുന്നത് ആർബിട്രേഷൻ മീഡിയേഷനിലാണ്. പിന്നെ നമ്മളിവിടെ വന്നേക്കുന്നത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ ഒരിക്കലും ഫോഴ്സ്ഫുൾ ആയിരിക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ തീരുമാനം എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചില ഗ്രൗണ്ട് റൂൾസ് സെറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒരു പ്രശ്നം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രൗണ്ട് റൂൾസിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ അത് ഞാൻ പറഞ്ഞില്ലേ, ഒട്ടും ഫോഴ്സ്ഫുൾ ആയിരിക്കില്ല നിങ്ങളുടെ ഡെസിഷൻ. നിങ്ങൾ തന്നെ എടുക്കുന്ന, വോളണ്ടറി ആയിട്ട് എടുക്കുന്ന ഒരു ഡെസിഷൻ ആയിരിക്കും. പിന്നെ എനിക്ക് സജഷൻസ് പറയാമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എടുക്കണോ വേണ്ടോ എന്നുള്ള തീരുമാനം അത് നിങ്ങളുടെ കയ്യിലാണ്. പിന്നെ ഒരാൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ ഇന്റർഫിയർ ചെയ്യരുത്. അത് നമ്മൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കും. അതുകൊണ്ടാണ്. പിന്നെ ഒരിക്കലും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഒരു ഇമോഷൻ ഇടയിൽ വന്നിട്ട് സംസാരിക്കരുത്. കാരണം അങ്ങനെ ആവുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ നിങ്ങൾ കഴിയുന്നതും പറ്റണ പോലെ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ചും കൂടെ എളുപ്പമാവും. പിന്നെ ഈ ഒരു മീഡിയേഷനിൽ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം. നിങ്ങൾ എന്ത് പറയുന്നു അത് ഇവിടെ കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അത് പുറത്ത് പറയില്ല. പിന്നെ നമ്മൾ അവസാനം എഴുതുന്ന എഗ്രിമെന്റ്, നിങ്ങളൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച ആ എഗ്രിമെന്റ് എനിക്ക് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാനുള്ള പ്രിവിലേജ് എന്റെയാണ്. അതെന്റെ ഒരു പ്രിവിലേജ് ആണ്. പിന്നെ ഇത് ഡിസ്ക്ലോസ്, പിന്നെ പ്രൈവറ്റ് സെഷൻ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇപ്പൊ മറ്റൊരു പാർട്ടിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വേണമെങ്കിൽ എന്നോട് തനിയെ സംസാരിക്കുന്നതാണ്. അത് വെളിപ്പെടുത്തണോ വേണ്ടയോ എന്നുള്ളതും നിങ്ങളുടെ തീരുമാനമാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന അഗ്രിമെന്റിന് ലീഗൽ വാലിഡിറ്റി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് അടുത്തൊരു ഇവിടെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു മീഡിയേറ്ററിനെ വെക്കാം. അതും നിങ്ങളുടെ പ്രിവിലേജ് ആണ്. വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. പിന്നെ ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുവാണെങ്കിൽ അത് കുഴപ്പമില്ല. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഇതിന്റെ ഇടയ്ക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. അത് സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ മീഡിയേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, കുറച്ചു നേരം കൊണ്ട് ഇത്രയൊക്കെ ഒപ്പിച്ചു. സെറ്റിൽമെന്റ് എഗ്രിമെന്റ് മീഡിയേറ്റർ പ്രിവിലേജ് അല്ല. സെറ്റിൽമെന്റ് എഗ്രിമെന്റിനെ കുറിച്ച് പറയുമ്പോൾ പ്രൈവറ്റ് മീഡിയേഷൻ ആണെങ്കിൽ സെറ്റിൽമെന്റ് എഗ്രിമെന്റ് ഇസ് ജസ്റ്റ് എ കോൺട്രാക്ട് ഓൺലി. ബട്ട് ഇൻ കോർട്ട് അനക്സ്ഡ് മാറ്റർ you have to send it to the court for recording it or converting it as a judgment or decree by the court. അവിടെ നമുക്ക് പ്രിവിലേജ് ഇല്ല. വി ആർ ഫോഴ്സ്ഡ് ടു ഡു സോ. പിന്നെ നമുക്ക് അവിടെ വെറ്റിംഗ് വരുന്നുണ്ട് സെറ്റിൽമെന്റ് എഗ്രിമെന്റ്. അതിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ദാറ്റ് ഈസ് നോട്ട് അഗേൻസ്റ്റ് പബ്ലിക് പോളിസി ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതികൾ വല്ലതും ഉണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. എക്സിക്യൂട്ടബിൾ, ആക്ച്വൽ പാർട്ടീസ് എല്ലാവരും ഒപ്പിട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ അത് ചെക്ക് ചെയ്തിട്ട് അയക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ മറ്റ് പ്രിവിലേജ് ഇവിടെ ഇല്ല കേട്ടോ. ബാക്കി നിങ്ങൾ എന്നാലും ഒന്നും കൂടി ഒന്ന് റിവ്യൂ ചെയ്യണത്. മാഡം വീഡിയോ തരുമ്പോൾ നമ്മൾ ഓപ്പൺ സ്റ്റേറ്റ്മെന്റ് ക്ലാസ് പറഞ്ഞല്ലോ, അവിടെ റിവ്യൂ ചെയ്യണം. കുറെ നിങ്ങൾ പോയിട്ടുണ്ട്, ഓർഡറിലല്ല എങ്കിലും ഒരു ഓവറോൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ആരാ ഉള്ളത്? ബെന്യ. ആരായിരുന്നു? സ്റ്റീഫൻ. BSNL കനിയോ നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. രക്ഷയില്ല. സ്റ്റീഫൻ ഒന്ന് മെസ്സേജ് വിടാരെങ്കിലും വേറെ ഏതെങ്കിലും കമ്പനിയുടെ സെർവറുള്ള ഒരു മൊബൈൽ ഫോൺ കിട്ടുമെന്ന് ചോദിക്കും.
ആരെങ്കിലും അതിന് കടം കിട്ടുമെന്ന് നോക്കിയാൽ മതി. സ്റ്റീഫൻ ഏത് കോളേജാ? ആരെങ്കിലും? സ്റ്റീഫൻ ഏത് കോളേജാ? പൂത്തോട്ടയാണോ? അതെ സർ. നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സിന് സ്റ്റീഫൻ BSNL തന്നെയാണ് ഉപയോഗിക്കുന്നത്? എനിക്ക് വിശ്വാസമില്ല. സ്റ്റീഫൻ ഞങ്ങൾ ജൂനിയർ, അപ്പൊ ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല അല്ലേ? ഓക്കെ. സ്റ്റീഫന് ഞങ്ങൾ പറഞ്ഞ കേൾക്കൂല, ഒന്നുമില്ല. ഒരു മെസ്സേജ് വിട്ടാണ്. അപ്പൊ എന്താ ഇനി നിങ്ങൾ പ്ലാൻ അവതരിപ്പിക്കുന്നില്ലേ? സ്റ്റീഫനെ ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ? അപ്പം സ്റ്റീഫൻ ആക്ച്വലി ഞങ്ങൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഓൾറെഡി അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ ആക്ച്വലി സ്റ്റീഫനെ ഒബ്സർവർ ആക്കിയിട്ടാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത്. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ പിന്നെ സ്റ്റീഫൻ അകലങ്ങളിൽ ഇരുന്ന് ഇത് ഒബ്സർവ് ചെയ്യട്ടെ. ഓക്കെ, തുടങ്ങിക്കോ. സാർ ഇനി ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റ് പറയണോ മീഡിയേറ്ററിന്റെ? വേണ്ടല്ലോ. വേണ്ട. ഇനി ജസ്റ്റ് ജോയിന്റ് സ്റ്റേറ്റ്മെന്റിലോട്ട് കടന്നാൽ മതി. പാർട്ടി സ്റ്റേറ്റ്മെന്റിലോട്ട് കടന്നാൽ മതി. അപ്പം നിങ്ങൾ ആരാ സംസാരിക്കുന്നതിന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് പറയും. മാം അത് ഞാൻ സംസാരിക്കാം. ഞാനാണിത് മീഡിയേഷൻ ചെയ്യാമെന്നാണ് തീരുമാനിച്ചത്. മാം, എനിക്കിവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മാം എൻ്റെ പേര് വേണു എന്നാണ്. എനിക്കിവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇരിക്കുന്ന ഷ്യാമിന് ഞാൻ ആക്ച്വലി 2 ലക്ഷം രൂപ കടം കൊടുത്തിരുന്നു. അപ്പോൾ ഒരു ഓഗസ്റ്റ് 16-ാം തീയതിയോടെയാണ് ഞാൻ കടം കൊടുത്തത്. ഇയാൾ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വരികയും അനിയത്തിയുടെ കല്യാണത്തിന് പൈസ വേണമെന്നും പറഞ്ഞു. 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഞാൻ കുറച്ച് ആൾക്കാരുടെ അടുത്തുനിന്ന് കടം വാങ്ങി വെച്ചിരുന്ന കുറച്ച് കാശുണ്ടായിരുന്നു. അപ്പോൾ ശ്യാം എൻ്റെ നെയ്ബറാണ്, എൻ്റെ ഫ്രണ്ടുമാണ്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഞാൻ അപ്പോൾ ആക്ച്വലി ഈ ഉണ്ടായിരുന്ന എൻ്റെ കാശിൽ നിന്ന് ഞാൻ 2 ലക്ഷം രൂപ എടുത്ത് ഞാൻ കൊടുത്തു. അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു നവംബർ 6 ആവുമ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഫുൾ പേയ്മെൻറ്റ് തന്നോളാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വേറെ ആൾക്കൊന്ന് കടം വാങ്ങി വെച്ചാൽ അന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത്രയും രൂപ ആയതുകൊണ്ട് ഞാനൊരു ചെറിയ അഗ്രിമെന്റ് പോലെ ഞാൻ എഴുതി വാങ്ങിയിരുന്നു. ഇത്ര രൂപ കടം വാങ്ങി എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഡോക്യുമെന്റ് എഴുതി വാങ്ങിയിരുന്നു. പക്ഷെ അപ്പോൾ നവംബർ 6-ാം തീയതി ആയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പറഞ്ഞു ഫുൾ എമൗണ്ട് നവംബർ 6-ാം തീയതി ആകുമ്പോഴത്തേക്കും തന്നിരിക്കും എന്ന് എൻ്റെ അടുത്ത് ഉറപ്പ് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോയത്. ഒരു 2 ദിവസം മുന്നേ, നവംബർ 6-ന് ഒരു 2 ദിവസം മുന്നേ, 4-ാം തീയതി ആയപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു കാശായിട്ടില്ല, എനിക്ക് തരാൻ കുറച്ചൊരു സാവകാശം വേണം, കാശില്ല എന്ന് പറഞ്ഞു. ഞാൻ വാങ്ങിക്കാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞതാണ് ഇത് ഞാൻ വേറെ കാര്യത്തിന് വെച്ചിരിക്കുന്നതാണ്, പറഞ്ഞ ദിവസത്തിന് തന്നെ പൈസ തരണം എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്. എൻ്റെ അടുത്ത് നേരത്തെ വന്നിട്ട് പറഞ്ഞു കുറച്ച് നാളും കൂടെ സമയം വേണം, ഒരു ജാനുവരി എക്സ്റ്റെൻഡ് ചെയ്ത് തരണം, ജാനുവരി 1st വീക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഇത് കടം വാങ്ങിയ ആൾക്കാർ എൻ്റെ അടുത്ത് പൈസ ചോദിക്കുന്നുണ്ട്, തിരിച്ചു ചോദിക്കുന്നുണ്ട്. എൻ്റെ ബിസിനസ് തുടങ്ങാതെ എനിക്ക് ഇവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് അത്രയും നാളൊന്നും എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റത്തില്ല, എനിക്കൊരു നവംബർ 12 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് തരാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിരുന്നു വന്നു. അപ്പോൾ മൈക്ക് ഓഫ് ആണ്. അപ്പോൾ വേണു നിങ്ങൾ പറയുന്നത് ഓഗസ്റ്റ് 16-ന് നിങ്ങൾ നിങ്ങളെ നൈബറുവാ ഫ്രണ്ടുവാ ശ്യാമിന് നിങ്ങൾ 2 ലക്ഷം രൂപ കൊടുത്തു സിസ്റ്ററിന്റെ മാരേജിന് വേണ്ടി. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടായി നിങ്ങൾ രണ്ടുപേരും ഇടയ്ക്ക്. എന്നിട്ട് നവംബർ 6-ന് അതിന്റെ ഫുൾ പേയ്മെന്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. അതെ, ഇങ്ങോട്ട് പറഞ്ഞതാണ് ആക്ച്വലി. ശ്യാമായിട്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ് നവംബർ 6-ാം തീയതി ആകുമ്പോൾ തരാം. കാരണം കല്യാണം ഒക്ടോബർ 20-നാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കൂടെ സമയം വേണം എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നവംബർ 6-ന് തന്നെ പറഞ്ഞതാണ് നവംബർ 6-ന് ഫുൾ പേയ്മെന്റ് നടത്തുമെന്ന്. അതെ. എന്നിട്ട് നവംബർ 4-ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്, അങ്ങനല്ലേ? അതെ. ഓക്കെ, ബാക്കി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാനപ്പോ എനിക്ക് എക്സ്റ്റൻഡ് സമയം വേണമെന്ന്, ഇങ്ങോട്ട് എക്സ്റ്റൻഡ് സമയം വേണം എന്നും പറഞ്ഞു. ഞാനൊരു നവംബർ 12 വരെ തരാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ ശ്യാം ആവശ്യമില്ലാണ്ട് വീട്ടിൽ കിടന്ന് ചൂടാവുകയും എനിക്ക് അതിനുള്ളിൽ തരാൻ പറ്റില്ല, എനിക്ക് ആകെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കിടക്കുകയാണ്, എനിക്കിപ്പോൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. നവംബർ 12 എന്ന് പറഞ്ഞപ്പോൾ ശ്യാം വീട്ടിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി എന്നല്ലേ? അതെ അതെ അതെ. ഓക്കെ.
അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ പക്ഷെ തീർത്തും എനിക്ക് 12 തന്നെ വേണമെന്ന് ഞാൻ നിർബന്ധം പറഞ്ഞിരുന്നു. അപ്പോൾ ബഹളം ഉണ്ടാക്കിയിട്ട് ഇറങ്ങിപ്പോയി. ഒന്ന് രണ്ടെണ്ണം ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എൻവിഡിയൻ ഞാൻ കണ്ടിരുന്നു. അപ്പം ഞാൻ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു. അപ്പം എൻ്റെ അടുത്തൊക്കെ അപ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം നാട്ടിലില്ലാന്ന്, പിന്നെ വീട്ടിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്കും ആള് നാട്ടിലില്ല എന്നും പറഞ്ഞു. ഇത്രയും നാളായിട്ട് എനിക്ക് എൻ്റെ ഇത്രയും നാളായിട്ട് എനിക്ക് കാശും കിട്ടിയിട്ടില്ല. എനിക്ക് ഇയാൾ തന്ന കാശും കൂടെ കിട്ടിയാലേ എനിക്ക് എൻ്റെ ബിസിനസിന്റെ കാര്യത്തിൽ എന്തൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എനിക്ക് അതും കൂടെ കിട്ടിയാലേ ഞാൻ കടം വാങ്ങിയ ആൾക്കാർ ഇപ്പൊ എൻ്റെ അടുത്ത് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുക. എനിക്ക് ഈ കാശും തിരിച്ചു കൊടുക്കണം. അവരെൻ്റെ അടുത്ത് ഇൻട്രസ്റ്റിന് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളോട് ഇൻട്രസ്റ്റ് ചോദിക്കാന്നല്ലേ? അതെ, ഞാൻ കാരണം ഈ കാശ് ഞാൻ കടം വാങ്ങിയിട്ടാണ് ഞാൻ അയാൾക്ക് കൊടുത്തത്. അപ്പൊ എന്റെ ബിസിനസ്സിന് വേണ്ടി കടം വാങ്ങിയാണ്, പക്ഷെ ഇയാൾ എന്റെ സുഹൃത്തിന്റെ പേരിൽ ഞാൻ കാശ് കൊടുത്തതാ. അപ്പൊ ഞാൻ കടം വാങ്ങിച്ച ആൾക്കാർ എൻ്റെ അടുത്തുനിന്ന് കാശും ചോദിക്കുന്നുണ്ട്. അവർക്ക് ഇൻട്രസ്റ്റോടെ കാശ് വേണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ എൻ്റെ കയ്യിൽ കാശില്ലാണ്ട് ഞാനിപ്പോ എവിടെ നിർത്തി കൊടുക്കാനാ? അപ്പൊ എനിക്കപ്പോ ആക്ച്വലി കാശ് വേണം. എനിക്കിപ്പോ അതാണ് പ്രശ്നം. എന്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതാണ്. എനിക്കിപ്പോ ഒരു 2 ലക്ഷം രൂപ വേണം. അതിന്റെ ഒരു തീരുമാനം വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റും വേണം, കൂടെ നിങ്ങൾ കൊടുത്ത 2 ലക്ഷം രൂപയും വേണം. അതും പെട്ടെന്ന് വേണം, കാരണം നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങണം. അതേപോലെ തന്നെ നിങ്ങൾ കടം വാങ്ങിച്ചവർക്ക് കൊടുക്കാനുണ്ട് എന്നല്ലേ? അതെ അതെ സർ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പം ശ്യാം, അപ്പൊ നിങ്ങൾ വേണു പറഞ്ഞ കേട്ടില്ല. അതിനൊരു റിപ്ലൈ ആയിട്ടല്ല, നിങ്ങൾ ഈ സെയിം ഇൻസിഡന്റ് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്താ പറ്റിയ, എന്താ പ്രശ്നം എന്നൊക്കെ ഒന്ന് പറയുമോ? സാറേ, എന്റെ പേര് ശ്യാം എന്നാണ്. ഞാനൊരു IT കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കൊറോണ കാലമായതുകൊണ്ട് എനിക്ക് പെട്ടെന്നാണ് ജോലിയിൽ നിന്ന് അവർ പിരിച്ചു വിട്ടത് തന്നെ. ഞാൻ വേണുവിന്റെ അടുത്ത് പോയത് വേണുവിന്റെ സുഹൃത്തായതുകൊണ്ട് മാത്രമാണ് വേണുവിനെ ഞാൻ അപ്രോച്ച് ചെയ്തത്. കാരണം എനിക്ക് ആകെയുള്ള പെങ്ങളാ സാറേ. പെങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു. 3 തവണ ഓൾറെഡി പെങ്ങളുടെ കല്യാണം മാറ്റി വെച്ചതാണ്. കാശ് എനിക്ക് സംഘടിപ്പിക്കാൻ ഭയങ്കര ആ ജോലി ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പിലാണ് സാറേ ഞാൻ അങ്ങനെ കടം മേടിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ചെയ്യില്ലായിരുന്നു. 3 തവണ ഓൾറെഡി മാറ്റി. ഇനി അവര് ഒരിക്കലും പറ്റില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞുകൊണ്ടാണ്, എനിക്ക് വേറെ നിവർത്തി ഇല്ലാത്തതുകൊണ്ടാണ് സാറേ. പിന്നെ അത് ജോലി പോയി കഴിഞ്ഞിട്ടും സാറേ ഞാൻ വിചാരിച്ചു, ചിട്ടി ഉണ്ടായിരുന്നു സാറേ. അപ്പൊ ചിട്ടി പിടിക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചത്. അതും നടന്നില്ല. പിന്നെ ഞാൻ ബാങ്കിൽ പോയപ്പോ എനിക്കൊരു ജോലി പോലും ഇല്ല സാറേ. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ജോലി ഇല്ലാത്തതുകൊണ്ട് എവിടെ നിന്ന് ലോൺ കിട്ടാനാണ് സാറേ? അതുകൊണ്ടാണ് ഒരു നിവർത്തിയില്ലാണ്ടായി പോയി സാറേ. അപ്പൊ നിങ്ങക്ക് ഈ കൊറോണ കാരണം നിങ്ങക്ക് ജോലി പോയത് കൊണ്ടാണ് നിങ്ങക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അതെ സാർ. അപ്പം ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങക്ക് ഈ പ്രശ്നം വരത്തില്ലായിരുന്നോ? സാറേ, ഞാൻ ഇപ്പൊ ഒരു ജോലി കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു സാറേ. പക്ഷെ അത് വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നടക്കണില്ല സാറേ. അതിന് കിട്ടുന്ന ഒരു പൈസ വെച്ചിട്ട് ഞാനും എന്റെ അമ്മയും മാത്രമാണ് വീട്ടില്. അപ്പൊ ഞങ്ങൾക്ക് പോലും കഴിയാൻ പറ്റുന്നില്ല ആ ഒരു ശമ്പളം വെച്ചിട്ട്. ഈ കൊറോണ വന്നോണ്ടല്ലേ സാറേ ഞാൻ ഒട്ടും വിചാരിക്കാത്തൊരവസ്ഥയായി പോയി സാറേ. അല്ലെങ്കിൽ വേണുവിനോട് എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നോണ്ട് മാത്രം സാറേ ഞാൻ പോയിട്ട്, എനിക്ക് കുറച്ചും കൂടെ സമയം വേണം സാറേ. അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. കാരണം എന്ത് ചെയ്യും സാറേ? ജോലിയും കിട്ടുന്നില്ല. എന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എനിക്കൊരു ജോലി കിട്ടണമില്ല, ശമ്പളവും ഇല്ല. പിന്നെ എല്ലാം വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞിട്ടാണ്. വിചാരിക്കല്ലേ, പക്ഷെ ആൾക്ക് ജോലി കിട്ടി കഴിഞ്ഞിട്ട് പൈസ തരാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. വേണു, നിങ്ങൾ ശ്യാം സംസാരിക്കുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് സമയം തരുമ്പോൾ നിങ്ങൾ സംസാരിക്കുക. നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കൂ, എന്നിട്ട് ശ്യാം സംസാരിച്ചതിന് സംസാരിക്കുക. ശ്യാം പറയൂ. സാർ, അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ജോലി കിട്ടണവരെങ്കിലും എനിക്ക് കുറച്ച് സമയം തരണം സാറേ. എനിക്ക് തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടാ സാറേ ഞാൻ അങ്ങനെ വേണുവിന്റെ അടുത്ത് പോയി ചോദിച്ചത് കുറച്ചും കൂടെ സമയം വേണമെന്ന്. ജോലി ഞാൻ ശരിക്കും ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ടാ സാറേ. എനിക്കൊരു ഭയങ്കര ഇതിലാണ് ഞാൻ. മാനസികമായിട്ടും ആകെ ഞാനൊരു അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എനിക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്ക് ഈ ജോലി ഇല്ലാത്തത് കാരണമാണ് ഇത്ര ഇഷ്യൂസ് വന്നതെന്നും, നിങ്ങൾ കുറെ രീതി നോക്കി പൈസ അടയ്ക്കാൻ, പക്ഷെ അതൊന്നും പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും ലാഗ് വന്നതെന്നും അല്ലേ? അതെ സാറേ. നിങ്ങൾ മാക്സിമം ഇത് അടയ്ക്കാൻ നോക്കുന്നുണ്ടെന്നല്ലേ നിങ്ങൾ ഉദ്ദേശിക്കണേ? അതെ സാറേ.
ഞാൻ ഒന്നും ചെയ്യേണ്ട അമ്മാവന്റെ അടുത്ത് വരെ പോയി ചോദിച്ചു സാറേ, പക്ഷെ കിട്ടിയില്ല. ഞാൻ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ജാനുവരി വരെയെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്യാന്ന് ചോദിച്ചത് ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു സാറേ. ഓക്കെ. അപ്പം ഇതൊക്കെയാ നിങ്ങൾക്ക് പറയാനുള്ളൂ, ഇനി വല്ലതും ഉണ്ടോ? ഇല്ല സാർ, എനിക്ക് കുറച്ചും കൂടെ ഒരു നീട്ടി കിട്ടണം സാറേ. കാലാവധി നീട്ടി കിട്ടിയില്ലെങ്കിൽ ജോലി പോലും ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാ സാറേ ഇത്രയും വലിയൊരു തുക അടയ്ക്കാൻ പറ്റുക? ഓക്കെ. അപ്പം വേണു, പറയൂ സാർ. നിങ്ങൾ പറയാൻ വന്നതും പറഞ്ഞോളൂ. സാർ, ഇതാ ഞാൻ പറഞ്ഞത്. എനിക്ക് അയാൾക്ക് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം എനിക്ക് അയാൾക്ക് ജോലി കിട്ടി ശമ്പളം വാങ്ങിക്കഴിഞ്ഞിട്ട് എൻ്റെ കാശ് അടയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇയാളെ കാരണം ഇപ്പം ഞാൻ ഇയാൾക്ക് 2 ലക്ഷം രൂപ തന്നാൽ മതിയാവും. പക്ഷെ ഞാൻ കടം വാങ്ങിച്ച ആൾക്കാർക്ക് അവർക്ക് ഇൻട്രസ്റ്റും കൂടെ ചേർത്തിട്ട് വേണം ഞാൻ കാശ് കൊടുക്കാൻ. അപ്പൊ ഇയാള് സമയം കൂടുതൽ എടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ കൊടുക്കേണ്ട എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇയാളെ കാരണം എനിക്ക് അവിടെ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ കൊറോണയുടെ ഇഷ്യൂസ് ഒക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ. എനിക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. ഞാനും ബിസിനസ് തുടങ്ങുമ്പോൾ എനിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ഉള്ള എത്ര കണ്ട് ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നുള്ളത് സാറിന് ഊഹിക്കാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് എനിക്കും കാശിന് നല്ലപോലെ ആവശ്യമുണ്ട്. എനിക്കാണെങ്കിൽ സമയവും ഇല്ല. കാരണം എനിക്കൊന്നും ബിസിനസ് ഒന്നും തുടങ്ങിയാൽ എൻ്റെ കുടുംബത്തിന് എനിക്കൊരു പക്ഷി പിടിക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ മാത്രമാണ് ഒരു ഏർണിംഗ് മെമ്പർ ആയിട്ട്. അപ്പൊ എനിക്കൊരു ഒന്ന് തുടങ്ങിയാൽ എൻ്റെ കാര്യത്തിന് എനിക്കൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ എനിക്ക് ടൈം കൺസ്ട്രെയിൻസ് നല്ലപോലെ ഉണ്ട്. അപ്പൊ ഇയാൾ പറയുന്ന ഒരു സമയം എനിക്ക് ഒന്നാമത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. എനിക്കാണെങ്കിൽ എമൗണ്ട് കിട്ടണം. ഞാനിപ്പോൾ ഓൾറെഡി അവർക്ക് ഇൻട്രസ്റ്റ് എമൗണ്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ എനിക്ക് ഇയാളെ കാരണമാണ് എനിക്കിപ്പോൾ അവിടെ എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് എനിക്ക് 2 ലക്ഷം രൂപ മാത്രം കിട്ടിയാൽ പോരാ. എനിക്ക് അതിന്റെ ഇൻട്രസ്റ്റ് എമൗണ്ടും കൂടെ ചേർത്തിട്ട് എനിക്ക് കിട്ടണം. ഞാൻ അധികം ഒന്നും ചോദിക്കുന്നില്ല. അവർക്ക് കൊടുക്കാനുള്ള എക്സ്ട്രാ അവരുടെ ഇൻട്രസ്റ്റ് എത്രയാണോ പറഞ്ഞത് ആ എമൗണ്ട് എനിക്ക് കിട്ടണം. കാരണം ഇയാൾ കാരണം എനിക്ക് വെറുതെ കാശ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കേണ്ട ആവശ്യം എനിക്ക് തൽക്കാലത്തേക്കില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് സമയം ഇല്ല, എനിക്ക് കാശും എൻ്റെ കയ്യിലില്ല. എനിക്കിത് രണ്ടും എനിക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഭയങ്കര ബുദ്ധിമുട്ടാണ് സാറേ. കുടുംബത്തിലും സാറ് പറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് 2 ലക്ഷം രൂപ നിങ്ങൾ കടം വാങ്ങിച്ചവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടണം എന്നാണ്. അതെ സാർ. ഇപ്പൊ ഷ്യാമിന് ജോലി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഇല്ല സാർ, അത് ബിസിനസിനെ ബാധിക്കും. ബുദ്ധിമുട്ടാണ്. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. അപ്പം എൻ്റെ ശ്യാം, ഇഷ്യൂസ് ഇതൊക്കെയാണ് സാർ. ആ സർ. സാറേ, ഈ നിങ്ങളിപ്പോ ജോലി പോണ കാര്യം നമ്മൾ വിചാരിക്കണല്ലോ സാറേ. ഈ കൊറോണ ആയതുകൊണ്ടല്ലേ. ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥ ആയതുകൊണ്ടാ സാറേ. അല്ലെങ്കിൽ ഞാൻ വേണു എന്റെ സുഹൃത്തും കൂടെ അല്ലേ. ഞാൻ ഒരിക്കലും വേണുവിനോട് ഇങ്ങനെ ചെയ്യില്ലായിരുന്നു സാറേ. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ പൈസ കൊടുക്കാൻ ഇത്രയും ലാഗ് വരുന്നതെന്നല്ലേ? അതെ സാർ. എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ചും കൂടെ സമയം തന്നാൽ എനിക്കൊരു നല്ല ജോലി കണ്ടുപിടിച്ചിട്ട് ആ പൈസ ഞങ്ങൾ അടച്ചു തീർത്ത് കൊടുക്കായിരുന്നു സാറേ. അതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ അന്ന് വേണുവിന്റെ വീട്ടിലും പോയത്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഞാൻ കേട്ടതിൽ വെച്ച് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്യൂസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, വേണുവിന്റെ ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ വേണുവിന് പൈസ വേണം, അതേപോലെ തന്നെ വേണുവിന് ഇൻട്രസ്റ്റും വേണം, അത് തന്നെ പെട്ടെന്ന് വേണം. സമയം വേണുവിൻ്റെ ഇല്ല, കാരണം വേണുവിന് ഒരു ബിസിനസ് തുടങ്ങണം. അതേപോലെ തന്നെ ഇതൊക്കെ കാരണം വേണുവിന് ഫാമിലിയിലും ഇഷ്യൂസ് വരുന്നുണ്ട്. വേണുവിന് അങ്ങനെ ഫാമിലി കൺസ്ട്രെയിൻസും എനിക്ക് അങ്ങനെ ഭയങ്കര ഫിനാൻഷ്യൽ മെന്റൽ സ്ട്രെസ് ഉണ്ട്. കാരണം അത് മാത്രമല്ല, സുഹൃത്തിന്റെ പേരിലാണ് ഞാൻ ആക്ച്വലി സുഹൃത്തായതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഓൾറെഡി എഗ്രിമെന്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. പിന്നെ ആ ഒരു പ്രശ്നം വേണ്ട, അവരുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസും കൂടെ കണ്ടിട്ടാണ് ഞാൻ മീഡിയേഷന് പോകാം എന്നൊരു തീരുമാനം എടുത്തത്. സോ ആ ഒരു ഇതെങ്കിലും അവന് മര്യാദയെങ്കിലും അവർ കാണിക്കണ്ട. എനിക്ക് ആ ബുദ്ധിമുട്ടുകളുണ്ട് സാറേ. എനിക്ക് അതുകൊണ്ട് ഇവർ പറയുന്ന പോലെ ജോലി കിട്ടി കഴിഞ്ഞിട്ട് ആ ഇതിൽ നിന്ന് പൈസ പതുക്കെ കൊടുത്ത് തീർക്കാന്ന് പറയുന്നത് ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷനിൽ പ്രാക്ടിക്കൽ അല്ല. അല്ലാതെ എൻ്റെ കാശുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്കത് പ്രാക്ടിക്കൽ ഒട്ടും അല്ല. സാറേ, മാനസികമായിട്ട് ആകെ തളർന്നിരിക്കുന്നുണ്ടോ സാറേ? അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവില്ലായിരുന്നു സാറേ. അതുകൊണ്ടാ. ഓക്കെ വേണു. ശ്യാം, എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്ലബ് ചെയ്യുമ്പോൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേർക്കും മണി ഒരു ഇഷ്യൂ ആണ്, രണ്ടുപേർക്കും ടൈം ഒരു ഇഷ്യൂ ആണ്, അതേപോലെ രണ്ടുപേർക്കും സ്ട്രെസ് ഉണ്ട്, അതേപോലെ രണ്ടുപേരുടെയും ഒരാളുടെ ബിസിനസ്സും ഒരാളുടെ ജോബും, രണ്ടുപേരുടെയും കരിയറിലാണ് വരുന്ന അടുത്ത പ്രശ്നം. ഇത് നാലുമാണ് ഇപ്പം നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂസ്. ഇതിൽ പ്രയോറിറ്റി വെച്ച് നിങ്ങൾക്ക് ഏത് ആദ്യം റിസോൾവ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളത്? എൻ്റെ ഇത് വെച്ചിട്ട് സാറേ പൈസ, എനിക്ക് കാശ് കിട്ടിയാൽ മാത്രം മതി.
ഓക്കെ. അപ്പൊ ശ്യാമിനോ? സാർ സമയം നീട്ടി കിട്ടിയാലല്ലേ സാറേ നടക്കുള്ളൂ. പറഞ്ഞല്ലോ സാറേ, ഇങ്ങനത്തെ ഒരു ഇതായോണ്ടല്ലേ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ഇൻഡിവിജ്വൽ ആയിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? സാർ എനിക്ക് പറയാനുണ്ട് സാർ. ഓക്കെ. അപ്പം വേണു നിങ്ങൾ പുറത്തിരിക്കുവാണെങ്കിൽ ഞാനും ശരി ശ്യാമും. സാർ. ഓക്കെ, ശരി. അപ്പം ശ്യാം പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്താ പ്രശ്നം, എന്താ നിങ്ങൾക്ക്? സാർ വേണു എന്റെ സുഹൃത്തായോണ്ടാണ് എനിക്ക് വേണുവിന്റെ മുമ്പിൽ വെച്ച് പറയാൻ പറ്റാത്ത കാര്യമായോണ്ടാ. ഇനി പിന്നീട് അതൊരു ഓക്കെ. ഞങ്ങൾ പിന്നെയും കാണേണ്ട ആൾക്കാരല്ലേ സാർ. ഒരേ മനസ്സിലായി. അയൽവക്കത്ത് താമസിക്കുമ്പോ പിന്നെ നമ്മള് പിന്നെയും കാണേണ്ടതാണല്ലോ. അതുകൊണ്ട് മാത്രം സാറേ ഓക്കെ. എന്നെ വിളിച്ചത്. ഞാൻ അന്ന് പൈസ ഓക്കെ, ചോദിക്കാൻ പറഞ്ഞു. പോയ സമയത്ത് ഞാൻ ബഹളം വെച്ച് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉം. മുങ്ങിയതൊന്നും അല്ല സാറേ. എനിക്കും പൈസ കൊടുത്ത് തീർക്കണം എന്ന് തന്നെയാ. പക്ഷെ വേണു എന്നെ ഓക്കെ. വഴി കണ്ടപ്പോഴൊക്കെ ആകെ ബഹളം ഉണ്ടാക്കി, എന്നെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ കുറച്ച് ഉം. പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് സാറേ ഞാൻ അങ്ങനെ. എനിക്ക് ഉം. തീരെ നിവൃത്തിയില്ലാത്തോണ്ടാ സാറേ. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയും പൈസ ഓക്കെ. കൊടുത്ത് തീർത്തേനെ. അപ്പം വേണുവിനെ മുമ്പിൽ വെച്ച് നിങ്ങൾക്കിപ്പം പറഞ്ഞ ആ സാർ. മനസ്സിലായി എനിക്ക്. നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിക്ക് നിങ്ങൾ ട്രൈ ചെയ്യുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ഉണ്ട് സാർ, എനിക്ക് ഓൾറെഡി ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ പറഞ്ഞല്ലോ സാറേ, വീട്ടിലത്തെ കാര്യങ്ങളൊന്നും നടക്കണില്ല സാറേ. അത്രയ്ക്ക് ഒരു അത്രയ്ക്കൊരു ഒരു മിച്ചമായുള്ള ഒരു തുക കൊണ്ട് നടക്കണില്ല സാറേ. ഞാനും അമ്മയും മാത്രമാണ് ഓക്കെ. സാറേ വീട്ടിൽ നിൽക്കണത്. പെങ്ങളെ ഈ 2 ലക്ഷം കെട്ടിച്ചയച്ചപ്പോഴേക്കും രൂപ പിന്നെ ആകെ ഇതായി സാറേ, പ്രശ്നമായോണ്ടാ. അപ്പോൾ ഈ 2 ലക്ഷം, ഓക്കെ, മനസ്സിലായി എനിക്ക്. അപ്പോൾ ഈ 2 ലക്ഷം രൂപ നിങ്ങൾ എത്ര നാൾ കൊണ്ട് അടച്ചു തീർക്കുമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? സാർ എനിക്കൊരു 5 മാസത്തെ സമയമെങ്കിലും തരണം സാറേ. ഒരു ഓക്കെ. ഒരു 5 ജോലി മാസം എന്ന് കിട്ടിയിട്ട് പറയുമ്പോൾ ഒന്ന് പച്ച പിടിച്ച് വരണ്ടേ സാറേ, എന്നാലല്ലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ. 5 മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ജൂൺ ജൂൺ 10 ജൂൺ 10 15 അങ്ങനെ വല്ലതാണോ ഉദ്ദേശിക്കുന്നത്? ഒരു ജൂൺ ആദ്യം ആകുമ്പോഴേക്കും ഒരു നല്ലൊരു ജോലി കിട്ടുന്നതാണ് സാറേ എന്റെ പ്രതീക്ഷ. കാരണം ഇപ്പം വേണു ഇപ്പോൾ ഓൾറെഡി ഡേറ്റ്സ് ഇങ്ങനെ കൂട്ടി കൂട്ടി വന്നോണ്ട് നമുക്കിപ്പോൾ ഈ ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ വേണു സമ്മതിക്കുമെന്ന് അറിയത്തില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. പക്ഷെ അപ്പൊ നിങ്ങൾ എന്നാ ഒരു കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ നമുക്ക് അത് വെച്ച് വേണുവിനോട് പറയാമല്ലോ. സാർ ഒരു ജൂൺ ആകുമ്പോഴേക്കും എന്തായാലും ഞാൻ കൊടുത്തു തീർത്തേക്കാം സാറേ. സാറേ പിന്നെ ഓക്കെ. പലിശയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാൽ 2 ലക്ഷം തന്നെ എനിക്ക് വളരെ അധികം ഒരു വളരെ അധികം ഒരു തുകയല്ലേ സാറേ. അതും പോലും എനിക്ക് ഉണ്ടാക്കാനുള്ള ഇപ്പൊ ഒരു ഇതില്ല, ഒരു ജോലി പോലും ഇല്ല സാറേ. ഓക്കെ. ഇത്രയും പലിശ കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാവും സാറേ. ഓക്കെ, എനിക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് സമയവും വേണം, നിങ്ങൾക്ക് പലിശ കൊടുക്കാനും പറ്റത്തില്ല. കാരണം നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ച് നിങ്ങൾക്ക് അത് പറ്റില്ല എന്നാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നത്. അതെ സാർ. ഓക്കെ. അപ്പം ഇവിടെ നമ്മൾ സംസാരിച്ചത് ഞാൻ വേണുവിനോട് പറയുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ശ്യാമിന്? സാറേ ഈ പൈസയുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി സാറേ. ഭീഷണിപ്പെടുത്തിയ കാര്യമൊന്നും ഓക്കെ. പറയണ്ട. നിങ്ങൾ പിന്നെയും കാണേണ്ട ആൾക്കാരല്ലേ സാറേ. വേണ്ട സാറേ. ഓക്കെ, എനിക്ക് മനസ്സിലായി. അപ്പം നമുക്ക് വേണുവിനെ ഉള്ളി വിളിക്കാം. ശരി സാർ. അപ്പോൾ വേണു, പറഞ്ഞോ സാർ. ഞാനും ശ്യാമും സംസാരിച്ചപ്പോൾ ശ്യാം പറയുന്നത് ഇന്ന് ഇപ്പൊ ജനുവരി ആണല്ലോ, അപ്പൊ ശ്യാമിന് ഒരു 5 മാസം സമയം കൂടെ തന്നു കഴിഞ്ഞാൽ സാറേ അത് ശ്യാമി. പറ്റത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, അത്രയും നാളൊന്നും അങ്ങനെ കൂട്ടിത്തരാൻ പറ്റത്തില്ല. 5 മാസം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എത്ര ഇൻട്രസ്റ്റ് എമൗണ്ട് ഞാൻ അയാൾക്ക് കൊടുത്തു തീർക്കണം? അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അയാൾ തരുന്നത് ശരി, സമ്മതിച്ചു. 2 ലക്ഷത്തിന്റെ ഒപ്പം കൊടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഒരു 15% എനിക്ക് കിട്ടിയില്ല. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് എന്തായാലും 15% കൂട്ടി കിട്ടണം. കാരണം ഇപ്പൊ തന്നെ എനിക്ക് ഇൻട്രസ്റ്റ് കൂടിയിട്ടുണ്ട്. എനിക്ക് ഓക്കെ. നഷ്ടം അതിനനുസരിച്ച് ഉണ്ടായിട്ടുണ്ട്. സാറേ 2 ലക്ഷം പറഞ്ഞോളൂ തന്നെ ശ്യാം. ഒരു വലിയൊരു തുകയല്ലേ സാറേ. എങ്ങനെ ഞാൻ പലിശയും കൂടെ ഉണ്ടാക്കി കൊടുക്കുക? അത് നിങ്ങൾ ഓക്കെ, വാങ്ങിക്കുന്ന സമയത്തൊന്ന് ഓർത്തുവിടായിരുന്നോ ഇത്ര വലിയ എമൗണ്ട് ആണെന്നുള്ളത്? ഈ ഓക്കെ, പൈസ എനിക്ക് തിരിച്ചു തരേണ്ട മനസ്സിലായി. സമയത്ത് എല്ലാവരും പറയുന്ന കാര്യമല്ലേ ഇത്? ഓക്കെ, എനിക്ക് രണ്ടുപേരും പറയുന്നത് മനസ്സിലായി. അപ്പം ഇപ്പം ശ്യാം പറഞ്ഞ ശ്യാമിന് ഇൻട്രസ്റ്റ് തരാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ്. വേണു പറയുന്ന അതെ സാർ. വേണുവിന് 15% വേണം എന്നാണ്. അപ്പം നമുക്കിപ്പോൾ രണ്ട് പാർട്ടിയുടെയും ഒരു കൺവീനിയൻസ് വെച്ച് അതൊരു 10%ഓ ഒരു 12%ഓ അങ്ങനെ കുറച്ച് കുറച്ചും ഒരാൾക്ക് വേണ്ടി കുറച്ച് കുറച്ച് നമുക്ക് നോക്കിക്കൂടെ? ബുദ്ധിമുട്ടാ സാറേ. കാരണം അങ്ങനെ കുറയ്ക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നല്ലേ കാശ് പോകുന്നത്? ഇയാൾ തരാൻ എനിക്ക് ലേറ്റ് മനസ്സിലായി. ആവുന്നതുകൊണ്ട് എൻ്റെ കയ്യിൽ നിന്നല്ലേ കാശ് പോകുന്നത്? സാറേ അപ്പം 12% എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കും സാറേ? സാറിനോട് ഞാൻ നമുക്കൊരു പറഞ്ഞല്ലോ. ഇനിയിപ്പോൾ ഇയാൾ പറയുന്ന 5 മാസത്തെ സമയമാകുമ്പോൾ പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ ഞാൻ അയാൾക്ക് അത്ര എമൗണ്ട് തന്നെ കൂടുതൽ കൊടുക്കണം, ഇപ്പോൾ ഉള്ള എമൗണ്ട് ഓക്കെ, എനിക്ക് കൂടാതെ. മനസ്സിലായി. അപ്പം ഇത് ഒറ്റയടിക്ക് അടയ്ക്കണോ വേണുവിന് ഇതെല്ലാം കൂടെ
ഓൾ ടുഗദർ ഒരു സമ്മായിട്ട് അടയ്ക്കണോ അതോ എനിക്ക് ഓൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്? ടുഗെദർ ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ അത് പറയത്തില്ല. ഇനി ഓൾ ടുഗെദർ എനിക്ക് വേണമെന്ന് നിർബന്ധമില്ല. ഇൻസ്റ്റാൾമെന്റ് ബേസിസിൽ എനിക്ക് അടച്ചാലും മതി. പക്ഷെ 5 മാസത്തെ സമയമൊക്കെ കുറച്ച് കൂടുതലാണ്. എനിക്കൊരു ഏപ്രിൽ ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ടോ സെക്കൻഡ് വീക്കോ ആയിട്ടോ എനിക്ക് കിട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിലും പ്രശ്നമില്ല എന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഇൻസ്റ്റാൾമെന്റ് ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അറ്റ്ലീസ്റ്റ് ആ എമൗണ്ടെങ്കിലും എനിക്ക് അവർക്ക് കൊടുത്ത് അവരെ ഒന്ന് സമാധാനിപ്പിക്കാമല്ലോ. എനിക്ക് ഇൻസ്റ്റാൾമെന്റ് സാറേ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. ഏപ്രിലിനൊക്കെ പറയുമ്പോ എങ്ങനെയാ സാറേ ഞാൻ ജോലി കണ്ടുപിടിച്ച് ഇത്രയും വലിയൊരു തുക ഉണ്ടാക്കണത്? സാറേ ഓക്കെ, ഇവര് അപ്പം പൈസ തരാന്ന് ഞാൻ പറഞ്ഞാൽ ചോദിക്കട്ടെ. നവംബർ ഫസ്റ്റ് വീക്കാ. ഇതിപ്പോ ഏപ്രിലിനല്ലേ, ഞാനിപ്പോ ഇത്രയും മാസം ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തില്ലേ. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം രണ്ടുപേർക്കും ഒരാൾക്ക് സമയം കൂടുതലാണ് വേണ്ടത്, ഇപ്പം വേണുവിന് സമയം കുറവാണ് വേണ്ടത്, ശ്യാമിന് കൂടുതലാണ് വേണ്ടത്. അത് രണ്ടുപേരുടെയും നമ്മൾ നിങ്ങളൊരു നൈബേഴ്സ് ആയ സ്ഥിതിക്കും നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും വീടുള്ള ഇതിൽ ഒരു കാര്യത്തിന് വെച്ചിട്ട് നമുക്കൊരു ഇൻ ബിറ്റ്വീൻ ആയിട്ടൊരു ഇപ്പം ശ്യാം പറഞ്ഞ ജൂണും വേണു പറഞ്ഞത് ഏപ്രിലും ആണല്ലോ. നമുക്കൊരു മെയ് ഒരു ആദ്യമോ അവസാനം എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേർക്കും കൺവീനിയന്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ ആക്കിയാലോ? അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ശ്യാമ അല്ല, ഫുൾ എമൗണ്ട് എനിക്ക് പേ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പാണോ? സാറേ ഒരു 5 ശ്യാം ഇൻസ്റ്റാൾമെന്റിലേ എനിക്ക് പറ്റുള്ളൂ സാറേ. അപ്പം 5 2 ലക്ഷം രൂപ ഇൻസ്റ്റാൾമെന്റ് ഒരു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊടുക്കേണ്ട ആൾക്ക് അവർ അത്രയും ചെറിയ എമൗണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതും ബുദ്ധിമുട്ടാണ്. അതൊന്നും പറ്റില്ല സാർ. ഒരു 4 ഇൻസ്റ്റാൾമെന്റിനെങ്കിലും ശരിയാക്കാം സാർ. 5 ഓക്കെ, എന്നൊക്കെ പറയുമ്പോൾ അത്ര ശ്യാം എമൗണ്ട് കുറയുക. പെട്ടെന്ന് 4 അത്രയും ഇൻസ്റ്റാൾമെന്റ് എന്നാ വേണു പറയുന്നത്, അത് ഓക്കെ ആണോ നിങ്ങൾക്ക്? സാർ എന്നാ ഒരു മേയുടെ പകുതിയൊക്കെ ആവും സാറേ. എനിക്ക് ബുദ്ധിമുട്ടാവണ്ട സാറേ, അല്ലെങ്കിൽ ഞാൻ കൊടുത്തു തീർത്തേനെ വേണുവിന് കാശ്. ഒരു മെയ് 15 അങ്ങനെയാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതെ സാർ. ഓക്കെ, അപ്പം വേണു സാർ ഓക്കെ, അപ്പം ശ്യാം പറയുന്ന ഒരു മെയ് 15 4 ഇൻസ്റ്റാൾമെന്റ്സ് വെച്ച് പേ ചെയ്യാമെന്നാണ്. കുഴപ്പമില്ല സാർ. അപ്പോൾ എൻ്റെ 2 ലക്ഷവും പിന്നെ അതിന്റെ 15% ഇൻട്രസ്റ്റും ഉണ്ട്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് പേ ചെയ്യുന്നതിന്റെ അതെനിക്ക് കിട്ടണം സാറേ 15% ഒന്നും കൊടുക്കാൻ എന്റെ കയ്യിൽ ഇല്ല സാറേ, കൊടുക്കാൻ സാറേ. ഇല്ലാത്തോണ്ടാ. ഇത്രയും നാള് സമയവും അപ്പം നീട്ടി കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ. ഇയാൾക്ക് വേണ്ടിയിട്ട് അയാൾക്ക് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുകയും വേണം. ഇതെന്തുവാ സാറേ? ഇയാൾക്ക് കല്യാണത്തിന് വേണ്ടി കാശ് വാങ്ങിക്കൊണ്ട് പോയിട്ട് തരുമ്പോ പ്രോപ്പർ ആയിട്ടുള്ള എമൗണ്ട് തിരിച്ചു തരണ്ടേ? ഇയാളെ കാരണം എനിക്ക് നഷ്ടം സാറേ സഹിക്കേണ്ട ആവശ്യമില്ലല്ലോ. ജോലി പോകുന്ന പ്രതീക്ഷിച്ചില്ലല്ലോ സാറേ. ശ്യാം ഇപ്പൊ വേണുവിന് വേറെ ആൾക്കാർക്ക് കടം കൊടുക്കുന്നോണ്ടാണ് വേണു ഒരു പെർസെന്റേജ് ചോദിക്കുന്നത്. അത് നമുക്ക് കുറച്ച് ഒരു 10% എന്നാക്കിയ ശ്യാമിന് ബുദ്ധിമുട്ടുണ്ടാകുമോ? ഞാൻ എങ്ങനെയും കൊടുത്തു തീർക്കാം സാറേ. ഓക്കെ, അപ്പം ഒരു 10% ആകുമ്പോൾ 2 ലക്ഷത്തിന്റെ 10% എന്ന് പറയുമ്പോൾ 20,000. അപ്പൊ 2,20,000 രൂപ വേണു 5 ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് വേണുവിന് കൊടുക്കാന്നാണ് ശ്യാം പറയുന്നത് അല്ലേ? അതെ സാർ. സാർ അത് അഞ്ചല്ല, ഒന്ന് 4 ആക്കാമോ ആ ഇൻസ്റ്റാൾമെന്റ്? 4 ഓക്കെ, ഇൻസ്റ്റാൾമെന്റ് 4 ആക്കാമോ? ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് ഓക്കെ ആണോ ശ്യാമിന്? സാറേ ബുദ്ധിമുട്ടായിരിക്കും സാറേ. 4 ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയാ സാർ എടുത്തു കൊടുക്കുക? ഇത്രയും വലിയൊരു തുകയല്ലേ 4 സാറേ. ജോലി ഇല്ലാത്തൊരു സമയത്ത് ഞാൻ എങ്ങനെയാ സാറേ? ഓക്കെ, അല്ലെങ്കിൽ അപ്പം അയാൾ ഞാൻ ഇപ്പം പറഞ്ഞ സമയത്ത് കൊടുക്കട്ടെ. ഏപ്രിൽ മാസം തരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ. അങ്ങനെയാണെങ്കിൽ 5 ഇൻസ്റ്റാൾമെന്റ് എടുത്തോട്ടെ. മേലോട്ടൊക്കെ ഓക്കെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അതൊരു അത്രയും സമയവും കൂടുതൽ കിട്ടുന്നുണ്ട്. ഓക്കെ, ശ്യാം ഈ വേണു പറയുന്ന പോലെ ഏപ്രിലോട്ട് ആക്കാന്ന് പറയുമ്പോൾ അത് ശ്യാമിന് കൺവീനിയന്റ് ആണോ? അല്ല സാർ. ഈ മെയില് നമുക്കൊരു 4 ഇൻസ്റ്റാൾമെന്റിൽ ഇതാക്കിയാലല്ലേ എങ്ങനെയും അടച്ചു തീർക്കാൻ പറ്റത്തുള്ളൂ. സാർ ഞാൻ എങ്ങനെയും കൊടുത്തു തീർത്തോളാം സാറേ. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ പറയുമ്പോൾ 55,000 രൂപ വരും ഒരു ഇൻസ്റ്റാൾമെന്റ്. സാർ 55,000 into 4 ഓരോ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കണം. അപ്പൊ എന്നൊക്കെ കൊടുക്കാം എന്നുള്ളതൊക്കെ നമുക്ക് ഒന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ. അത് ശ്യാം സാറേ തീരുമാനിച്ചിട്ട് സാറേ, എനിക്ക് കാശ് കിട്ടിയാൽ മതി. അപ്പോൾ ശ്യാമിന് എപ്പോഴാണോ കംഫർട്ടബിൾ അപ്പോൾ ശ്യാം തന്നാൽ മതി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട്. സാറേ ഏത് ഡേറ്റ് എല്ലാ ശ്യാം മാസവും തീരുമാനിക്കും.
ഒരു 10-ാം തീയതിക്കുള്ളിൽ ഞാൻ എന്തായാലും കൊടുത്തു തീർത്തേക്കാം സാറേ. അപ്പോൾ ഒരു ഫെബ്രുവരി 10th, മാർച്ച് 10th, ഏപ്രിൽ 10th, മെയ് 10th ലാസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അങ്ങനല്ലേ? ആ സാറേ. ഓക്കെ. അപ്പം നമ്മളൊരു തീരുമാനത്തിലെത്തിയെങ്കിൽ നമുക്കൊരു എഗ്രിമെന്റ് എഴുതാം. ശരി അപ്പം അപ്പോൾ ശ്യാം എന്തായാലും അഷ്വർ ചെയ്തിട്ടുണ്ട് ടു പേ 2 lakh. അത് വേണുവിന് ഇൻക്ലൂഡിങ് 10% ഇൻട്രസ്റ്റ്. അത് വേണുവും സമ്മതിച്ചു, ശ്യാമും സമ്മതിച്ചു. 10% ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ 2,20,000 rupees ആകും. 4 ഇൻസ്റ്റാൾമെൻറ്റാണ്. ഇൻസ്റ്റാൾമെൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ഫെബ്രുവരി 15th, സെക്കൻഡ് ഇൻസ്റ്റാൾമെൻറ്റ് മാർച്ച് 15th, തേർഡ് ഏപ്രിൽ 15th, മെയ് 10th. അങ്ങനെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ. അപ്പം വേണു ഇതിൽ അഗ്രി ചെയ്തിട്ടുണ്ട്. 2 പാർട്ടീസും ഇന്ന ഡേറ്റ് മെയ് 10th എന്ന് പറഞ്ഞ ഡേറ്റ് കൊണ്ട് അടച്ചു തീർക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഒരാൾ ഇനി നമുക്കിതിലൊരു ഡീഫോൾട്ട് ക്ലോസ് വെക്കുന്നുണ്ട്. ശ്യാം ഇപ്പോൾ അടച്ചു തീർത്തില്ലെങ്കിൽ വേണുവിനൊരു പെർസെൻറ്റേജ് എക്സ്ട്രാ കൊടുക്കാമെന്ന് നമുക്ക് എഴുതാം. ഓക്കെ. സാർ അതെന്തായാലും വേണ്ടി വരും. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അയാൾക്ക് അടച്ചു തീർത്തില്ലാന്നാണെങ്കിൽ എനിക്ക് മറ്റേ ആൾക്ക് അത്ര എമൗണ്ട് കൂടുതൽ കൊടുക്കണം. അപ്പോൾ എന്തായാലും എനിക്കൊരു 20%, 30% എനിക്ക് കൂടുതൽ എമൗണ്ട് ഇൻട്രസ്റ്റ് എമൗണ്ട് കൂടുതൽ വേണ്ടി വരും. ഓക്കെ, എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് നമ്മൾ ശ്യാം ഇപ്പം വേണമെന്നത് കൊടുത്തില്ലെങ്കിൽ, ഇത്രയും ടൈമിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ നമുക്കൊരു പെർട്ടിക്കുലർ ഇൻട്രസ്റ്റ് റേറ്റ് പറയാം. ഇപ്പം വേണു പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ 15% തന്നെ നമുക്ക് പറയാം. അത് 15% എക്സ്ട്രാ കൊടുക്കണമെന്ന് നമുക്ക് എഴുതാം. അപ്പൊ പിന്നെ അതായി. അപ്പൊ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ആദ്യം ഒരു എഗ്രിമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ എഗ്രിമെന്റ് ഈ ഫുൾ പേയ്മെന്റ് മെയ് 10th തീർത്ത് കഴിഞ്ഞാൽ വേണു ഇത് ശ്യാമിന് തിരിച്ചു കൊടുക്കണം. ഓൾസോ ഇപ്പൊ വേണു ഇത് തിരിച്ചു തന്നില്ലെങ്കിൽ ശ്യാം നിങ്ങൾക്ക് കോമ്പൻസേഷൻ വേണമെങ്കിൽ ചോദിക്കാം. അത് എത്ര എമൗണ്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണു എനിക്ക് ഡോക്യുമെന്റ് തിരിച്ചു തന്നില്ലെങ്കിൽ എനിക്ക് ലീഗലി മൂവ് ചെയ്യേണ്ടി വരും സാറേ. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാക്കുന്ന കാശല്ലേ. എനിക്കൊരു തിരിച്ച് 2 ലക്ഷം രൂപ കോമ്പൻസേഷൻ തരേണ്ടി വരും സാറേ. ഓക്കെ, അതും നമുക്ക് എഴുതാം. അപ്പം വേണു ഈ എഗ്രിമെന്റ് തിരിച്ചു കൊടുക്കണം. ഈ മെയ് 10th ഫുൾ ഇൻസ്റ്റാൾമെന്റ് ചെയ്യുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കണം. ഈ എഗ്രിമെന്റ് ഞാൻ ആക്ച്വലി ഒന്ന് സെറ്റ് ചെയ്തിട്ട് 2 പേരുടെ സൈൻ വാങ്ങിയിട്ട് അതിന്റെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ ഉണ്ടാവും സാറേ. ഓക്കെ, അപ്പം അതിന്റെ ഒരു കോപ്പി എൻ്റെ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഒറിജിനൽ കൊടുത്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്കൊരു എഗ്രിമെന്റുമായി ഡീഫോൾട്ട് ക്ലോസുമായി നിങ്ങൾ തമ്മിലുള്ള എല്ലാ പ്രോബ്ലംസും തീർന്നില്ലേ? എല്ലാം തീർന്നെങ്കിൽ നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ സാർ. താങ്ക് യു സോ മച്ച്. സാർ ഞങ്ങളുടെ കഴിഞ്ഞു. എങ്ങനെയാണ് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ? സാർ ഞങ്ങൾ ലാസ്റ്റ് ചെയ്തു തുടങ്ങിയ സാർ ഞങ്ങൾ ലാസ്റ്റ് ചെയ്തു തുടങ്ങിയ ലാസ്റ്റ് കേൾക്കുന്നില്ല. അല്ല, ലാസ്റ്റ് ഡേ 3 പേരും ഫ്രീ ആയി വന്നത്. എക്സാം ഉണ്ടായിരുന്നോ? ഞാൻ എല്ലാവരും ഫസ്റ്റ് ഇയർ ആണ്. ഏത് ഇയർ നിങ്ങളൊക്കെ? ഇല്ല, ഞാനും നന്ദിതയും ഫസ്റ്റ് ഇയറും രേവതി 3 ലാസ്റ്റ് ആണ്. 3-5 ആണ്. 3 ഇയർ ലഭ്യമാണ് അല്ലേ? ഇതില് ഈ ആൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യുന്ന ഭാഗത്തെ വാട്ന എന്നിട്ട് 2 പ്രോസസ് നമ്മൾ ഉപയോഗിക്കലുണ്ട്. ഇപ്പൊ എന്താ പ്രശ്നം? ഇപ്പൊ ആകെ 18 ആളെ മറ്റേ ഉള്ളൂ തോന്നുന്നുണ്ട് കേറിയിട്ടുള്ളൂ. ഞാൻ റോൾ പ്ലേ കാണാൻ വേണ്ടി മാത്രമല്ല, അതിനനുസരിച്ച് പുതിയ എക്സ്പ്ലെയിൻ ചെയ്യാനും കാണിക്കാനും വേണ്ടിയിട്ടാണ് റോൾ പ്ലേ വഴി ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് റോൾ പ്ലേ ആരംഭിച്ചിട്ടുള്ളത്. സനൂജ് എത്ര മണിക്ക് കയറിയ?
സനോജ് വീഡിയോ ഓൺ ചെയ്ത സനോജ് ഇല്ലേ? കേക്കാമോ? സനോജിന് കേക്കാമോ എന്നെ? Am I audible? ഓക്കെ. ഇപ്പൊ 18 ആളെ കാണുന്നുള്ളു. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് തരുന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാ. പല ക്ലാസ്സുകളും നിങ്ങൾ പലരും അറിഞ്ഞിട്ടില്ല, കയറിയിട്ടില്ല. അപ്പൊ എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ സർട്ടിഫിക്കറ്റ് തരേണ്ടത്? ആ സർട്ടിഫിക്കറ്റ് വെച്ച് പോയി നിങ്ങൾ എവിടെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? കാരണം ഇപ്പൊ ഞാൻ ഇനി എക്സാം ചെയ്യേണ്ടതായിട്ട് വരും നിങ്ങൾ ഓരോരുത്തരും. ഓക്കെ. കാരണം അറ്റൻഡൻസ് ഒക്കെ വളരെ കുറവാണ് കാണുന്നത്. പിന്നെ നെറ്റ് ഇഷ്യൂസിന്റെ പോണ ക്ലാസ് റിവ്യൂ ചെയ്യാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ അന്യോന്യം ചോദിച്ചിട്ടില്ല. അസി, അവിടെ എന്താ ഒരു ശബ്ദം കേൾക്കണേ? ഇവിടെ അല്ല സാർ, അത് വേറെ ശബ്ദം. സാർ അസി എന്താ എക്സാംസ് ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ പല പല ടൈമിലൊക്കെ ഇട്ടായിരുന്നു എക്സാം വന്നത്. ഇതിന്റെ പുറമെ അല്ലാതെ ഞാൻ LLB സ്റ്റുഡന്റ് ആയിട്ടുള്ള 3rd ഇയർ ആണ്. അപ്പൊ അതിന്റെ പുറമെ അല്ലാതെ വേറെ കുറച്ച് വേറെ എക്സാംസും ഈ ടൈമുകളിൽ തന്നെ ആയിട്ടുള്ള രീതിയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് 2 മണിക്കൂർ ഫുള്ള് ഇതാവാൻ പറ്റില്ലായിരുന്നു. അപ്പൊ കയറി കുറച്ചു നേരം കഴിയുമ്പോൾ നമുക്ക് ലെഫ്റ്റ് ആയി പോകേണ്ട ആ ഒരു ടൈം, അങ്ങനെ ഒരു ഇത് വന്നിരുന്നു. ആകെ ഒരു കൊളാബറേഷൻ പോലെ പോയി. അതുകൊണ്ടാണ് കുറെ അറ്റൻഡൻസ് എല്ലാം ഇതായി പോയത്. അതെ മാഡം, ആ വീഡിയോസ് റെക്കോർഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവ്യൂവിന് ഇട്ട് തരാം. അപ്പൊ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യണം എന്നിട്ട് ചോദ്യം ചോദിക്കും വേണം. ഇപ്പൊ നിങ്ങൾ എത്ര സ്റ്റെപ്പ് കവർ ചെയ്തെന്നുള്ള എനിക്കറിയില്ല പലരും. ഞാൻ മാഡത്തിന് മെസ്സേജ് അയച്ചിരുന്നു സർ, എക്സാം ആയതുകൊണ്ടാണ് കയറാൻ പറ്റാത്തത്, അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ഞാൻ മാഡത്തിനോട് പറഞ്ഞിരുന്നു. എത്ര ദിവസം നമുക്ക് അറിയില്ല. എന്റെ ക്ലാസ്സസ് മിക്കതും മിസ്സായിട്ടുണ്ട്. ഇടക്ക് കേറിയത് ആണെങ്കിൽ ഇടക്ക് വെച്ച് മിക്ക ദിവസവും കയറണത് കുറച്ചു നേരം കഴിയുമ്പോൾ ലെഫ്റ്റ് ആയി പോകേണ്ട ആ ഒരു ഇതും വന്നിട്ടുണ്ട്. അപ്പൊ അറ്റൻഡൻസ് പറയേണ്ട ഇത് വരെ നിൽക്കാനും പറ്റാറില്ല. കാലിക്കറ്റ് ആണോ? ഹലോ, അസിയ കാലിക്കറ്റ് ആണോ? കാലിക്കറ്റ് അല്ല സർ, MG ആണ്. ഈ പൂത്തോട്ടം തന്നെയാണോ? അല്ല, പൂത്തോട്ടല്ല. ഏത് കോളേജ്? ഫാത്തിമാത? ഭാരത് മാത അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും മാഡം റിവ്യൂ ഇടുമ്പോ അത് കമ്പൽസറി. ഇപ്പൊ പരീക്ഷകൾ കഴിഞ്ഞോ? ഇല്ല, ഇനിയിപ്പോ ഞങ്ങക്ക് ഫെബ്രുവരി 2nd വീക്കിനാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന് മീഡിയേഷൻ വന്നിരിക്കുന്നത്. എനിക്ക് ഫെബ്രുവരി 5th 8th കൂടി എക്സാം ഉണ്ട്. എക്സാം ഉണ്ട് ഫെബ്രുവരി 5th 8th. അപ്പൊ അതിലിടയ്ക്ക് വീഡിയോ ഒന്ന് കണ്ടാ മതി, കണ്ടു നോക്കാം, എന്നിട്ട് എന്താ പറ്റുമോ നോക്ക്. മാഡത്തോട് റിവ്യൂ അയച്ചു തരാൻ പറയാം. കോപ്പി എല്ലാവർക്കും സൈറ്റിൽ തന്നെ ഇടാൻ പറയാം കേട്ടോ. കാരണം കോളേജിന്റെ പൂത്തോട്ട കോളേജിന്റെ സൈറ്റിൽ, യൂട്യൂബ് സൈറ്റിലുണ്ടെന്ന് തോന്നുന്നു. അത് അവിടെ ഇടുന്നതാണ് പറഞ്ഞത് മാഡം അല്ലേ? മാഡം എനിവേ, ഇനി നമുക്ക് ഇന്നത്തെ ഡിസ്കഷനിലോട്ട് വരാം. അപ്പൊ ഞാനിപ്പോ ഇത് റോൾ പ്ലേയിലും പല മെത്തേഡ്സും പല തിയറിയും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നിപ്പോ ഇന്നത്തെ പാർട്ടിസിപ്പൻസ് വീഡിയോ ഓൺ ചെയ്യും. ഇവിടെ ഈ പ്രോബ്ലം എങ്ങനെയൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യാം? എന്തെല്ലാം ആൾട്ടർനേറ്റീവ്സ്? ഞാൻ പറയാം സർ. കോഓപ്പറേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ആയിട്ട് സോൾവ് ചെയ്യാം. അതിൽ തന്നെ എങ്ങനെയുള്ള ഡിസിഷൻസ് എടുത്തോണ്ട് എത്ര ടൈപ്പ് ആൾട്ടർനേറ്റീവ്സ് മീഡിയേറ്റർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റും?
6 ടൈപ്സ് അല്ലേ? എല്ലാവരോടും കൂടിയാണ്, മീഡിയേറ്റർ മാത്രമല്ല കേട്ടോ. ഒരാൾ വിശാഖ പോയി കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട് സാർ. ഇവിടെ ശ്യാമിന്റെ പ്രോബ്ലം എന്തായിരുന്നു? വേണുവിന്റെ പ്രോബ്ലം ശ്യാം പൈസ തിരിച്ചു കൊടുക്കുന്നില്ല. കാരണം ശ്യാമൻ അല്ല, ഐ മീൻ ശ്യാം വേണുവിന് വേണു ശ്യാമൻ ശ്യാം വേണു വേണുവിന്റെ ശ്യാമിന്റെ പൈസ. സാർ ആ പേര് തമ്മിൽ തിരിഞ്ഞ് എപ്പോഴും പോകുന്നു. ശ്യാം വേണുവിന്റെ വേണുവിടെ അടുത്ത് വന്ന് ശ്യാം കാശ് വാങ്ങിയിരുന്നു. ശ്യാം പൈസ തിരിച്ചു കൊടുത്തില്ല. പറഞ്ഞ ദിവസം ശ്യാം പൈസ തിരിച്ചു കൊടുത്തില്ല. അതാണ് പ്രോബ്ലം. പേയ്മെന്റ് എന്ന് പറഞ്ഞു. ഇവിടെ ശ്യാമ പൈസ കൊടുക്കാതിരിക്കാനുണ്ടായ പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് ചോദിച്ചത്. സർ, ശ്യാമിന്റെ ജോലി പോയിരുന്നു കൊറോണ ആയതുകൊണ്ട്. പിന്നെ ഒരു കല്യാണം വന്നു. പിന്നെ പെങ്ങളുടെ കല്യാണമായിരുന്നു. അപ്പൊ അതിനുവേണ്ടിയാണ് കടം മേടിച്ചത്. അപ്പോ അതിന്നൊരു നിങ്ങൾ ഇഷ്യൂ എന്ന് ഉദ്ദേശിച്ച ഇവിടെ അജണ്ടയായിരുന്നോ? മീഡിയേറ്റർ ഇഷ്യൂസ് എന്ന് ഉദ്ദേശിച്ചത് അജണ്ടയായിരുന്നോ? അതെ സർ. കേട്ടില്ലേ? മറന്നുപോയി, എപ്പോ നടന്നില്ല സാർ. ഈ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം കൂടെ ക്ലബ് ചെയ്തായിരുന്നു. ഞാൻ ചോദിച്ചതല്ല, നിങ്ങൾ അജണ്ട എന്ന് ഉദ്ദേശിച്ചത് ഇഷ്യൂസ് ആയിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇഷ്യൂസും കൺസേൺസും ഉണ്ടായിരുന്നു. ഇവിടെ അജണ്ട സെറ്റിംഗ് ഞാൻ കണ്ടില്ല. ഇഷ്യൂസ് ആണ് നിങ്ങൾ ഫ്രെയിം ചെയ്തത്. സർ, അത് കഴിഞ്ഞ് നമ്മൾ ക്ലബ് ചെയ്ത് പറയുന്നതല്ലേ, മീഡിയേറ്റർ പറയുന്നതല്ലേ? പ്രയോറിറ്റി വൈസ് ചോദിച്ചായിരുന്നു നമ്മള്. ഇഷ്യൂസ് പറഞ്ഞിരുന്നു. അപ്പൊ ഒരാൾക്ക് ക്യാഷ് വേണം എന്നുള്ളതായിരുന്നു. പൈസ ഫിനാൻസ് ആയിരുന്നു മെയിൻ ഇഷ്യൂ. പൈസ കൊടുക്കാൻ ഉള്ള കാര്യമായിരുന്നു മെയിൻ ഇഷ്യൂ. പിന്നെ ഒരു ടൈം കൺസ്ട്രെയിൻ ആയിരുന്നു രണ്ടാമത്തെ ഇഷ്യൂ. നിങ്ങളെ സംബന്ധിച്ച് എന്റെ ചോദ്യം മനസ്സിലാവുന്നില്ല. തെറ്റായിരുന്നു. ഞാൻ ചോദിച്ചത് ഒരു മീഡിയേഷനില് ഇഷ്യൂസ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, അജണ്ടാസും ഡീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അജണ്ട സെറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അജണ്ട സെറ്റ് ചെയ്യാൻ നമ്മളൊരു ടൂൾ തന്നെയാണത്. തേർഡ് പ്രോസസ് ആണ്. അല്ല, തേർഡ് പ്രോസസ് ആണ് അജണ്ട സെറ്റ് ചെയ്യല്. ആ സമയത്ത് ഒരു 3-4 ഇഷ്യൂസ് നിങ്ങൾ പറയുന്നുണ്ട്. അതാണോ നിങ്ങൾ അജണ്ട സെറ്റിംഗ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ അജണ്ട സെറ്റ് ചെയ്യുന്ന സ്റ്റേജ് ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു. കൺസേണും കഴിഞ്ഞിട്ട് പാർട്ടീസിന്റെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ചോദിച്ചു. പാർട്ടീസിന്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് രണ്ടുപേരുടെയും കഴിഞ്ഞിട്ട് ചോദിച്ചായിരുന്നു. നിങ്ങൾ സെറ്റ് ചെയ്തോ മീഡിയേറ്റർ? എന്തൊക്കെയാണ് അജണ്ടാസ് ഒന്ന് പറഞ്ഞേ. ഇവരുടെ മണി, ടൈം, പിന്നെ സ്ട്രെസ്, കരിയർ. അതാ രണ്ടുകൂട്ടരും കൂടി അത്രേ ഉള്ളൂ? രണ്ടുപേർക്കും വേണുവിനും ശ്യാമിനും ഒരേ പ്രശ്നമായിരുന്നു സാർ. രണ്ടുപേർക്കും പൈസ വേണം. പിന്നെ രണ്ടുപേർക്കും സമയം. അത് മണിയിലേക്ക് ക്ലബ് ചെയ്ത് എഴുതി. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ മണിയിലോട്ട് ക്ലബ് ചെയ്ത് എഴുതി. കേട്ടില്ല സാർ. ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അത് നമ്മൾ മണിയിലോട്ട് ക്ലബ് ചെയ്ത് എഴുതി. പിന്നെ ശ്യാമിന് ജോബ് ഒരു പ്രശ്നമായിരുന്നു, എനിക്ക് ബിസിനസ് ഒരു ഇഷ്യൂ ആയിരുന്നു. അത് നമ്മൾ രണ്ടുപേരും കരിയർ ആക്കി എഴുതി. അന്ന് ഞാൻ പറയുകയും ചെയ്തായിരുന്നു ക്ലബ് ചെയ്ത് കരിയർ ആക്കുവാന്ന്. പിന്നെ രണ്ടുപേരും ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. ശ്യാം വേണുയുടെ വീട്ടിലും. അപ്പൊ അത് രണ്ടും പിന്നെ വീട്ടിലല്ലാണ്ട് ബിസിനസ് സ്ട്രെസ്സും എല്ലാം കൂടെ ചേർത്തിട്ട് സ്ട്രെസ് എന്നുള്ള ഒരൊറ്റ ഇതിലാക്കി ഇൻ ടോട്ടൽ. എന്നിട്ട് ചോദിച്ചു ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ സോൾവ് ചെയ്യാൻ ആദ്യം എന്താണ് സോൾവ് ചെയ്യേണ്ടതെന്ന് രണ്ട് പാർട്ടീസിനോടും ചോദിച്ചു. പ്രയോറിറ്റൈസിന് മുന്നിൽ എത്ര അജണ്ട സെറ്റ് ചെയ്തു? നമ്പർ പറഞ്ഞാൽ മതി, പേരൊന്ന് പറഞ്ഞാൽ മതി. 4 അജണ്ട. Normally will be in the form of nouns. Nouns. 4 അജണ്ട സെറ്റ് ചെയ്തു സാർ. ഒന്ന് പറഞ്ഞ ഒന്ന് ഫസ്റ്റ്
മണി, സർ മണി, ടൈം, സ്ട്രെസ്, കരിയർ. ഇതായിരുന്നു 4 ഇത് മാത്രമാണോ ഇവരുടെ പ്രോബ്ലം? ഇവരുടെ 2 പേർക്കും ബേസിക്കലി ഒരു ഇഷ്യൂസ് ആയിരുന്നു സാർ. ഒരാൾക്ക് മണിയായിരുന്നു, 2 പേർക്കും മണിയായിരുന്നു. ഒരാൾക്ക് ആ പൈസ പെട്ടെന്ന് വേണം, ഒരാൾക്ക് കുറച്ച് സമയം വേണം. 2 പേർക്കും ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു. 2 പേർക്കും ഇൻട്രസ്റ്റ് ഒരു മാറ്റർ ആയിരുന്നു. അതേപോലെ തന്നെ 2 പേർക്കും, ഒരാൾക്ക് ജോബും ഒരാൾക്ക് കരിയറും ഒരു ഇഷ്യൂ ആയിരുന്നു. പിന്നെ 2 പേർക്കും സ്ട്രെസ് ഉണ്ടായിരുന്നു, ഫാമിലി ഇഷ്യൂസ് കാരണം മെന്റലി ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു എന്ന് 2 പേരും പറഞ്ഞായിരുന്നു. അപ്പൊ ഇതൊക്കെ കൂടെ ക്ലബ് ചെയ്ത് ആദ്യത്തെ 3 മണിയാക്കി, പിന്നുള്ളത് സ്ട്രെസ് ആക്കി, അവസാനത്തെ 2 പിന്നെ ജോബും ബിസിനസ്സും കൂടെ കരിയർ ആക്കി, പിന്നെ ഉണ്ടായിരുന്നത് ടൈം ഒറ്റയ്ക്ക് ടൈം എന്ന് പറഞ്ഞെടുത്തു. നിങ്ങൾ ആദ്യമേ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ ഇഷ്യൂസ് എത്ര ഉണ്ടെങ്കിലും ഇൻഡിവിജ്വലി നിർത്തണം. സെക്കൻഡ് സ്റ്റേജിലേക്ക് ക്ലബ് ചെയ്യാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഡിസ്കഷൻ അത് വരൂ. ഫോർ എക്സാമ്പിൾ ചെയ്തെങ്കിൽ ഡെറ്റ്, ഇൻകം ഇതൊക്കെ അതിൽ വന്നേനെ. അതുണ്ടോ നിങ്ങളുടെ അജണ്ടയില്? ഡെറ്റ് ഉണ്ടോ? ഇൻകം ഉണ്ടോ? അതല്ലേ ഞാൻ ഈ പറഞ്ഞു, മനസ്സിലായില്ലല്ലേ? മണി നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിലേ പറയാൻ പറ്റുള്ളൂ. മണി പല ഫോം ഇല്ലേ, ഫൈനാൻസിങ് പല ഫോം ഇല്ലേ, അത് കൺസേൺ അല്ലേ? മണി കൺസേൺ ആണ്. ഈ ഇൻകം ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് അജണ്ട യു നെയിം ഇറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് സ്റ്റേജിലോട്ടാണ് നമ്മളത് കംപ്രസ് ചെയ്തിട്ട് നമുക്ക് ഇന്നൊക്കെ. അപ്പൊ നമ്മൾ ആ കാറ്റഗറിയിൽ സംസാരിക്കും. കാരണം ഇവിടെ വന്നു ഇന്നാണെന്ന് വന്നു കഴിഞ്ഞു. അപ്പൊ സംസാരിക്കുമ്പോ ഈ കളഞ്ഞ അജണ്ടാസ് മുഴുവൻ നമ്മൾ അവിടെ സംസാരിക്കുമ്പോ വരും. പറഞ്ഞ മനസ്സിലായോ? അത് ഹോമോജീനിയസ് ആയിട്ടുള്ള ഇഷ്യൂസിനെ ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും കംപ്രസ് ചെയ്ത് ഒരു ഇഷ്യൂ ആക്കി എടുത്തുന്നത്. ഇപ്പൊ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ മണി വന്നു, ഇൻകം വന്നു, ഡെറ്റ് വന്നു, ഒക്കെ വന്നു. പക്ഷെ ഫസ്റ്റ് തന്നെ യു ഹാവ് ടു നെയിം ഇറ്റ് ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ്. സെക്കൻഡ് സ്റ്റേജിലേ നിങ്ങൾക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുള്ളൂ, റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് കാരണം ആ നേച്ചർ ഓഫ് മണി എന്താന്ന് നിങ്ങൾ അറിയണ്ടേ? കാരണം ഇവിടെ ഡെറ്റ് ആണ്. വേണുവിനെ സംബന്ധിച്ച് പുറത്തുനിന്ന് ആൾക്കാർക്ക് കടം വാങ്ങിയിട്ടുള്ള ആ ഡെറ്റ് അവിടെ ഉണ്ട്, അത് റീപേ ചെയ്യണം. ഈ മണി വന്നെങ്കിൽ അത് ആവുള്ളൂ അല്ലേ? അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കണം. അത് ഈ മണി വന്നെങ്കിൽ ആ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ഈ മണി കൊടുക്കാൻ പറ്റില്ല ശ്യാമിന്, ബിക്കോസ് ഹി ഡസന്റ് ഹാവ് സഫിഷ്യന്റ് ഇൻകം. അപ്പൊ അവിടെ ഇൻകം അല്ലേ പ്രോബ്ലം? അതാണ് കൺസേൺ. മണി കൺസേൺ ആവണ എന്തിനാണ്? ഇൻകം ഇല്ല എന്നുള്ളൊരു കൺസേൺ ആ മണി അല്ലേ? നിങ്ങൾ ആ രീതിയിലാണ് അനലൈസ് ചെയ്യേണ്ടത് കേട്ടോ. ഞാനത് പറഞ്ഞത് അത് സെക്കൻഡ് സ്റ്റേജിലോട്ട് നമുക്ക് അങ്ങനെ ചുരുക്കി എഴുതാം. പക്ഷെ ഫസ്റ്റ് സ്റ്റേജ് അവിടെ കാണണം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പാർട്ടീസ് അറിയാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പൊ നിങ്ങൾ മണി ഡിസ്കസ് ചെയ്യുമ്പോൾ അപ്പൊ ഒന്ന് നമുക്ക് എങ്ങനെ വരുമാനം കൂട്ടണ്ടേ അല്ലേ എന്ന് ചോദിക്കാം. ആര് സൈഡില്? ശ്യാമിന്റെ സൈഡില്. മണിയെ സെയിം ചോദ്യമല്ല വേണുവിന്റെ സൈഡിൽ ചോദിക്കേണ്ടത്. എന്താ അപ്പൊ ഡെറ്റ് ഉണ്ടല്ലോ, അപ്പൊ അതിനുള്ള മണി എങ്ങനെ ഉണ്ടാക്കണം, അത് എത്രയും സ്പീഡിൽ നമ്മൾ കൊടുക്കല്ലേ? അതല്ലേ കൺസേൺ ആണ് നമ്മളിവിടെ. കൺസേൺ ഓഫ് ദി പർട്ടിക്കുലർ തിങ് ഇൻ ഡിഫറെന്റ് ഫോമിലാണ് കൺസേൺസ് അല്ലേ? മണി ആണെങ്കിലും മണിയുടെ ഡിഫറെന്റ് ഫോംസ് ഉണ്ട്. സ്കേഴ്സിറ്റി ഓഫ് മണി, അതിന്റെ റീസൺ ഡെറ്റ്, നോട്ട് സഫിഷ്യന്റ് ഇൻകം, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ. മണിയുടെ വേറൊരു രൂപമാണ് എക്സ്പെൻഡിച്ചർ. മനസ്സിലായ? അപ്പൊ ഈ കാര്യം അറിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാനിത് എന്തിനാ പറയുന്നതെന്ന് വെച്ചാല് എഫക്റ്റീവ് ബാട്ട്ന എന്നുള്ള പ്രിൻസിപ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മീഡിയേറ്റർ എഫക്റ്റീവ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവർ വരുമ്പോൾ മീഡിയേറ്റർക്ക് സജസ്റ്റ് ചെയ്യാം. ഇവിടെ ശ്യാമിനെ നിങ്ങൾ ആരും പറയാത്തൊരു കാര്യമുണ്ട്. ശ്യാമിന്റെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ മീഡിയേറ്റർക്ക് സജസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യമായിരിക്കും പറയാൻ പറ്റും. അബ്ദുൽ ലത്തീഫ് പ്രിൻസിപ്പളിന്റെ പേരെന്ത്? എന്താ കേട്ടില്ല അബ്ദുൽ ലത്തീഫ്? സാർ ഇപ്പൊ പറഞ്ഞ പ്രിൻസിപ്പളിന്റെ പേരെന്താ? ബാട്ട്ന ആൻഡ് വാട്ട്ന, BATNA, ബാട്ട്ന, WATNA, വാട്ട്ന. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനൊക്കെ മുന്നേ നിങ്ങൾക്ക് അതിന്റെ പ്രിൻസിപ്പിൾ മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഇതിൽ വരുന്നത്. എന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. ഇവിടെ മീഡിയേറ്റർ മൈക്രോസ്കോപ്പിക് ഒബ്സർവേഷൻ ആണ് ഇവിടെ വേണ്ടത്. ജസ്റ്റ് പാർട്ടീസിന്റെ പറയാൻ മാത്രമല്ല. മീഡിയേറ്റർ കാണേണ്ടതായിരുന്നു ശ്യാമിന്
സഫിഷ്യന്റ് ഇൻകം ഇല്ല, അതുകൊണ്ട് സെറ്റിൽ ചെയ്യാൻ റിമോട്ട് ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ വരുമ്പോ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ടു നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ് ഈ രണ്ട് പ്രിൻസിപ്പിളാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ബാറ്റ്ന എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ടു നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ്, ബാറ്റ്ന. മറ്റേത് വേഴ്സ് ആൾട്ടർനേറ്റീവ്സ്. കാരണം ഈ വക കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് എക്സാമ്പിൾ ഇഷ്യൂല് ഉള്ള അഫയേഴ്സിനല്ല എങ്ങനെയാണ് പിന്നെ ഇത് വെച്ചിട്ട് നിങ്ങൾ 5 ഇൻസ്റ്റാൾമെന്റ് എന്ന് പറഞ്ഞു. മീഡിയേറ്റർ അപ്ലൈ ചെയ്യും ചോദിച്ചോ നിങ്ങൾ ഈ 5 ഇൻസ്റ്റാൾമെന്റ് എങ്ങനെ കൊടുക്കുന്നത്? ചോദിച്ചു. അപ്പൊ എന്താ എങ്ങനെ കൊടുക്കുന്ന പറഞ്ഞേ? സർ ശ്യാം പറഞ്ഞു ഇപ്പൊ ഒരു ജോലി ചെയ്യുന്നുണ്ട് ശ്യാം, അപ്പൊ അപ്പോഴത്തേക്ക് ഒരു നല്ലൊരു ജോലി കിട്ടും എന്നാണ് പ്രതീക്ഷ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. കേട്ടില്ല സാർ. ഇപ്പൊ ഒരു ജോലി ചെയ്യുന്നുണ്ട്, ഇനിയൊരു ജോലി നോക്കുന്നുണ്ട്. ഒരു നല്ല ജോലി കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ 5 ഇൻസ്റ്റാൾമെന്റിലായിട്ട് 55,000 രൂപ അടയ്ക്കാന്നാ പറഞ്ഞത്. അത് നമുക്ക് മീഡിയേറ്ററെ സംബന്ധിച്ച് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം വീണ്ടും സെറ്റിൽമെന്റ് അനിശ്ചയത്തിലോട്ട് പോവാണ് അല്ലേ? അപ്പൊ മീഡിയേറ്റർ എന്താ വേണ്ടത്? അത് കോൺക്രീറ്റ് ആവാനുള്ള ആൾട്ടർനേറ്റീവ്സ് കാണണം. അപ്പൊ നമുക്ക് വേണുവിനെ പിടിക്കണം. വേണുവിനോട് വേണു എന്ത് ചെയ്യുന്നു? വേണു സൊസൈറ്റിയിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെയാണ്. ഇപ്പോ നല്ല ശമ്പളമുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ജോലി കിട്ടുമോ? ശ്യാമിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇൻകം കൂടി കഴിഞ്ഞ് നമ്മുടെ വരുമാനം പെട്ടെന്ന് കൊടുത്തൂടെ എന്ന് പറഞ്ഞൂടെ? അതല്ല വേറെ ക്വാളിഫിക്കേഷനുള്ള എന്തെങ്കിലും മറ്റു മാർഗങ്ങൾ, മീഡിയേറ്റർ കാണുന്ന മാർഗങ്ങൾ ഉണ്ടെങ്കിൽ ശ്യാമിനോട് പറഞ്ഞൂടെ ആ രീതിയിലൊന്ന് ജോലി അന്വേഷിച്ചൂടെ എന്ന് പറഞ്ഞൂടെ? അല്ലെങ്കിൽ ആ രീതി അന്വേഷിക്കുമ്പോൾ വേണുവിന് അതിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചൂടെ? വിശാഖ വീഡിയോ ഓഫായി. പോണാണ്. മനസ്സിലായ? ഇതാണ് മീഡിയേഷൻ സ്കില്ല്. നമ്മൾ അവർ പറഞ്ഞ മാത്രമല്ല. കാരണം മീഡിയേറ്റർ മനസ്സിലാക്കണം, ഇത് സെറ്റിൽമെന്റ് വയലേഷനാ സാധ്യത. is not going to implement or is not going to execute എന്ന് നമുക്ക് അറിയണം. കാരണം അപ്പൊ വീണ്ടും മൾട്ടിപ്ലിസിറ്റി ഓഫ് സ്യൂട്ട് വന്നു. മീഡിയേഷന്റെ പ്രൈം എയിം എന്ന് വെച്ചാൽ ഒരു ലാസ്റ്റിംഗ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് റെസൊല്യൂഷൻ ആണ് വേണ്ടത്. വീണ്ടും വീണ്ടും ഡിസ്പ്യൂട്ട് റിക്കർ ചെയ്തുകൊണ്ട് ഒരു റെസൊല്യൂഷനിലോട്ട് പോകുന്നത് ഇസ് എ ബാഡ് സെറ്റിൽമെന്റ് അഗ്രിമെന്റ്. അപ്പൊ നമ്മൾ അത് സ്ക്രൂട്ടനൈസ് ചോദിക്കും, ഇങ്ങനെയാണ് പറ്റില്ലല്ലോ. അപ്പൊ ഒരു ഇൻകം കൂടുതലാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. വേണുനോട് ചോദിക്കാം, വേണു ഇതാണ് സംഗതികളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ നിങ്ങൾ പരിചയക്കാരും അല്ലേ, വേറെ ഏതെങ്കിലും കമ്പനി വേറെ വല്ലതും ഉണ്ടോ? ഒന്നൊരു കുറച്ചുകൂടി അല്ലെങ്കിൽ ഒരു അഡീഷണൽ ഒരു പാർട്ട് ടൈം ജോലി എവിടെയെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പറ്റും. അപ്പൊ ഒരു അഡീഷണൽ ഇൻകം കിട്ടില്ലേ? അങ്ങനെ ആയിക്കൂടെ? അതിന് വേറൊരു പ്രിൻസിപ്പിൾ ഞാൻ പറയും, ടു ആഡ് ദി വാല്യൂ. ആഡ് ദി വാല്യൂ. ഇവിടെ ബാർഗൈൻ വാല്യൂ ഉണ്ടല്ലോ, ഇത്ര രൂപ വേണം ഇത്ര വേണം എന്നുള്ളത്, അതില്ല. അത് ഇൻക്രീസ് അപ്പൊ കൂട്ടാം. അല്ലെങ്കിൽ ഇവിടെ ഇൻകം കൂട്ടാന്നുള്ളതുണ്ട്. പിന്നെ അതല്ലെങ്കിൽ മാക്സിമം അയാളുടെ ബർഡൻ എങ്ങനെ കുറയ്ക്കാം, ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് എങ്ങനെ കുറയ്ക്കാം എന്നുള്ളത് അതിന് വേണുവിന് ചിലപ്പോൾ ബ്രെയിൻ സ്റ്റോം ചെയ്യേണ്ടി വരും. മനസ്സിലായ? ഇവിടെ ഇപ്പൊ വേണുവിനെ സംബന്ധിച്ച് വേറെ നമുക്ക് പറയാൻ കാണുന്നില്ല. പൈസ കിട്ടണം, കൊടുക്കണം, മറ്റു വിധത്തിൽ വീണ്ടും ഹീസ് ആൾറെഡി he has his own liabilities. He owes some monies to others also. അപ്പൊ അവിടെ റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഗിവ് ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് നടക്കില്ല. അപ്പൊ ഈ വാല്യൂ ആഡ് ചെയ്യാണ്, കോൺട്രിബ്യൂട്ടറുടെ വാല്യൂ ആഡ് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നോക്കേണ്ടത്. അതായത് ഷ്യാമിന്റെ വരുമാനം കൂട്ടണം, അതിനെന്തെങ്കിലും നടക്കുമെന്നുള്ളതാണ്. അതല്ല ഷ്യാമിന്റെ എക്സ്പെൻഡിച്ചർ മറ്റു വിധത്തിലാണെങ്കിൽ അത് സജസ്റ്റ് ചെയ്യണം.
ഇവിടെ ശ്യാമിന്റെ എക്സ്പെൻഡിച്ചറിനെ കുട്ടിയൊന്നും ഇവിടെ ഒന്നും അധികം പറഞ്ഞില്ല. ഒരു കല്യാണം നടന്നുള്ള മാത്രമേ പറഞ്ഞുള്ളൂ. ആരെ കല്യാണം നടന്ന പറഞ്ഞേ? അനിയത്തിയുടെ കല്യാണം. പിന്നെ ആ സ്വർണ്ണം എടുത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ അത് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ഗോൾഡ് ഒന്ന് എന്തെങ്കിലും പ്ലഡ് ചെയ്ത് ലോൺ എടുത്താൽ തീർത്തൂടെ? പിന്നെ നിങ്ങൾക്ക് ആകുമ്പോൾ അത് പതുക്കെ എടുത്താൽ മതിയല്ലോ. സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു സാർ, അത് ശ്യാം ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞായിരുന്നു. എന്തെന്ന്? സ്വർണം ചോദിച്ചു കിട്ടിയില്ല. സ്വർണം ചോദിച്ചു കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. അല്ല, അത് ഞാൻ പറഞ്ഞു. ഞാനിപ്പോ അത് ചെയ്യുന്നല്ല, നമ്മളത് ചെയ്യണമെന്ന്. കാരണം ഇതിപ്പോ പെങ്ങളുടെ അല്ലേ, വൈഫിന്റെ ആണെങ്കിൽ അത് ചെയ്യാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, മനസ്സിലായ? മറ്റേ ഇഷ്യൂ അല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ചോദിച്ച് ആ രീതിയിൽ വാല്യൂ ആഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോ മണി എന്ന് പറയുന്നതിൽ മണി ഏത് കാറ്റഗറി മണിയാണ്? ഇൻകം മണിയാണോ, ഇൻട്രസ്റ്റ് മണിയാണോ, ഫൈൻ മണിയാണോ? മണി പല കാറ്റഗറി ഉണ്ട്, മനസ്സിലായ? അപ്പൊ അത് വെച്ചിട്ട് അതൊക്കെ കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് ആ കാറ്റഗറി ക്ലാസ്സിലോട്ട് എല്ലാത്തിനും കൂടി ഇടാൻ പറ്റുള്ളൂ. സർ കട്ടായി പോയി സർ. ഓഡിയോ വീഡിയോ രണ്ടും സാറിന്റെ ഓഡിയോ പോയി കേട്ടോ. ആണോ? കേൾക്കുന്നില്ല? ഇപ്പൊ കേൾക്കാം സർ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കട്ടാവുണ്ട്. ഞാനിപ്പോ സ്ഥലം മാറിയിരുന്നു. കുറെ നേരമായി കട്ടായിട്ട്. എങ്ങനെയാ? റെസ്റ്റോറായോ? ഇപ്പൊ ശരിയായി. മൈക്ക് മ്യൂട്ടാക്കാൻ. മാഡത്തിന്റെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ടോ? ആ, ഇപ്പൊ ഓക്കെ തോന്നുന്നു. ഇപ്പൊ കേക്കാലോ തന്നെ? ഓക്കെ. ആ, ബാറ്റ്ന പറഞ്ഞത് ശ്രദ്ധിച്ചോ? കുറെ മിസ്സായി സർ. ഇതിന്റെ ഇടയ്ക്ക് കുറെ 5 മിനിറ്റ് ഒന്നുമില്ല. ഓക്കെ, ഞാൻ പറയാം. ബാറ്റ്ന വെച്ചാൽ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ടു നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ്, അതാണ് ബാറ്റ്ന. പിന്നെ അടുത്ത വരുന്ന വേഴ്സ്റ്റ് ആൾട്ടർനേറ്റീവ് ടു നെഗോഷിയേറ്റഡ് എഗ്രിമെന്റ്. ഈ 2 പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഏതാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള നെഗോഷിയേറ്റഡ് സെറ്റിൽമെന്റ് എഗ്രിമെന്റ് എന്നുള്ളതാണ് തീരുമാനിക്കുന്നത്.
ഇപ്പം ഇവിടെ പല ഓപ്ഷൻസ് വന്നെങ്കിലും അത് എത്രത്തോളം എക്സിക്യൂട്ടബിൾ ആണ്, എത്രത്തോളം ലാസ്റ്റിംഗ് ആണ്, എത്രത്തോളം ഗ്യാരണ്ടബിൾ ആണ് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് നമ്മൾ ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ഏതാന്ന് നോക്കുന്നത്. മനസ്സിലായോ? പിന്നെ ഈ വേഴ്സ്റ്റ് ആൾട്ടർനേറ്റീവ് നെഗോഷിയേറ്റ് എഗ്രിമെന്റ് കാണുന്നത് ഇൻ കേസ് നിങ്ങൾ ഇവിടെ സെറ്റിൽ ചെയ്തില്ല, നിങ്ങൾ കോടതിയിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും? മനസ്സിലായ? ആ രീതിയിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ളതും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാണ്, ബെസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. അങ്ങനെയാണ് ബെസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ ഏറി വന്ന് ഇവിടെ തന്നില്ലെങ്കിൽ നിങ്ങൾ കോടതി പോകും. കോടതി പോയാൽ എന്താണ്? അത് വളരെ വേഴ്സ്റ്റ് ആൾട്ടർനേറ്റീവ് ആണ് കോടതി പോകാന്നുള്ളത്. അപ്പൊ അതിലും ഭേദം ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് എന്ന് ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യാനാണ്. അപ്പൊ അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഏതെന്നുള്ളത് നോക്കാണ്. മനസ്സിലായ? അപ്പൊ ആ രീതിയിൽ വരുമ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള രണ്ട് കാര്യം, ശ്യാമിന്റെ ഇൻകം ഒന്ന് കൂട്ടാം. ഇൻകം കൂട്ടാണെങ്കിൽ പല മാർഗങ്ങളും നോക്കാം. ഇപ്പൊ പ്രൈവറ്റ് കമ്പനികളൊക്കെ ആണെങ്കിൽ. പിന്നെ പുള്ളിയുടെ സ്കിൽ എന്താന്ന് പറഞ്ഞില്ല. വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ നന്ദിത. ശ്യാം IT ടെക്നീഷ്യൻ ആണെന്നല്ലോ പറഞ്ഞു, ബാംഗ്ലൂർ ജോലിയാണെന്നല്ലോ പറഞ്ഞു. ഏതാന്ന് പറഞ്ഞേ? ശ്യാം IT ടെക്നീഷ്യൻ. അപ്പൊ IT ടെക്നീഷ്യൻ ആണെങ്കിൽ എവിടെ നമ്മുടെ മീഡിയേറ്റർ എവിടെ? വീഡിയോ കാണുന്നില്ല. IT ടെക്നീഷ്യൻ ആണെങ്കിൽ അഡീഷണൽ ജോബ്സ് എത്ര എണ്ണം ഉണ്ടാക്കാം? അയാൾ യൂട്യൂബ് വീഡിയോ പിടിക്കാൻ പോയാൽ പോരോ അറ്റ്ലീസ്റ്റ്? സർ ഇപ്പൊ ഒരു ജോലി ഉണ്ടെന്നാ പറഞ്ഞേ, പക്ഷെ അതിന്ന് ഒരു നല്ലൊരു എമൗണ്ട് കിട്ടണില്ല എന്നാ പറഞ്ഞത്. അതാ പറഞ്ഞത്, അഡീഷണലിന്റെ കാര്യം ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായ? ഇതിനപ്പുറത്ത് ഒരു യൂട്യൂബ് പ്രോഗ്രാംസ് പിടിക്കാം, അതല്ലെങ്കിൽ വേറെ കമ്പനിയിൽ അഡീഷണൽ ചെയ്യാം, മറ്റു കാര്യങ്ങളില്ലേ? ഇപ്പൊ പ്രോഗ്രാമറാണെങ്കിൽ പ്രോഗ്രാംസ് എങ്ങനെ പിടിക്കാൻ നോക്കാം. അത് വേണോട് കൂടി ചോദിക്കാം. പരിചയക്കാരോ വല്ല വർക്കുണ്ടെങ്കിൽ പിടിച്ചു കൊടുക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കമ്പനിയിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി വേണോ? ഈ കാര്യങ്ങൾ ചിന്തിക്കാം. ടു ആഡ് ദി വാല്യൂ ഓഫ് ബാർഗൈൻ. അപ്പൊ അതിന്റെ ഇൻകം വന്നു കഴിഞ്ഞാൽ ഈസിയായി. മനസ്സിലായ? ആ രീതിയിൽ വേണം മീഡിയേറ്റർ സ്ട്രോങ് ആക്കാൻ സെറ്റിൽമെന്റ് എഗ്രിമെന്റ്. മറ്റേത് എക്സിക്യൂട്ടബിലിറ്റി പ്രശ്നമുണ്ട്. ഡിഫോൾട്ട് ക്ലോസ് വെച്ചു. എന്താ ഡിഫോൾട്ട് ക്ലോസ്? മീഡിയേറ്റർ മൈക്കോ ചെയ്തില്ലെങ്കിൽ എന്താ, എഗ്രിമെന്റ് ഒബേ ചെയ്തില്ലെങ്കിൽ എന്താ പറ്റണെന്നുള്ളത് എന്തായിരുന്നു? ഇപ്പം ഒരു സെക്കൻഡ് സാർ, ഞാൻ എഴുതി വെച്ച പേപ്പർ. ശ്യാം പറഞ്ഞത് വേണു പറഞ്ഞത് ശ്യാം പൈസ അടച്ചില്ലെങ്കിൽ വേണുവിന് 2 മാസം കൂടെ കഴിയുമ്പോൾ ഈ പെർസെൻറ്റേജ് 15% കൂടുമെന്നാ പറഞ്ഞത്. നമുക്ക് പിൽസ് കിട്ടാത്തതുകൊണ്ട് അത് കഴിക്കാണ്ട് രോഗം മാറിയില്ല. ഒരു പിൽസ് കഴിച്ചാ മാറുന്ന അസുഖമാണ്. ആ ഗുളിക കിട്ടാത്തതുകൊണ്ടാണ്. എന്നാ പിന്നെ 2 ഗുളിക കഴിച്ചു നോക്കാൻ പറഞ്ഞ എന്താ അവസ്ഥ? ഒരു ഗുളിക പോലും കിട്ടാത്തവർക്ക് 2 ഗുളിക പറഞ്ഞ എവിടെ നിർത്ത് കഴിക്കും? മനസ്സിലായ? തന്നില്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റ് കൂട്ടാൻ. ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ മണിയല്ലേ? മണി ഇല്ലാത്തോണ്ടല്ലേ കൊടുക്കാത്തത്. ഈ വോളിയം കൂട്ടിയിട്ട് കാര്യമുണ്ടോ? വേറൊരു ഒപ്പീനിയൻ, വേറൊരു ഇതായിട്ട് പെട്ടെന്ന് ആ സമയത്ത് ആലോചിച്ചിട്ട് ഒന്നും കിട്ടാത്തോണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മനസ്സിലായി? ഞാൻ നിങ്ങളെ ആസ് എ ഫ്യൂച്ചർ മീഡിയേറ്റർ രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത്, അല്ലാണ്ട് ഇതിലുള്ള ഇഷ്യൂ അല്ല ഞാൻ പറയുന്നത്. മനസ്സിലായ? പാർട്ടി എന്ത് പറഞ്ഞാലും നമ്മളും ബ്രെയിൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇന്ന പ്രോബ്ലംസ് ഇല്ലേ, ഇന്ന പ്രശ്നങ്ങൾ വരില്ലേ എന്ന് മീഡിയേറ്റർ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പാർട്ടീസ് ഇതൊന്നും അറിയുന്നില്ല. നമ്മൾ 2 കണ്ണാണ്. ഒന്ന് പാർട്ടിയെ നോക്കുന്നു, മറ്റേത് ഉള്ളിലോട്ട് നോക്കുന്നു. ഈ ഇഷ്യൂസ് മീഡിയേറ്റർ ഡ്യൂട്ടി അതാണ്. അതല്ലെങ്കിൽ ഓരോ സെറ്റിൽമെന്റ് എഗ്രിമെന്റും വീണ്ടും ഒരു 10 മീഡിയേഷനായിട്ട് തിരിച്ചു വരും. അവസാനം ആ മീഡിയേറ്റർ അടുത്ത് പോകണ്ടെന്ന് പറയും. അയാളടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു കേസ് തീർക്കാൻ പോയി കഴിഞ്ഞാൽ 10 കേസാക്കിയിട്ട് അയാൾ വിടുള്ളൂ എന്ന് പറയും. മനസ്സിലായി? അപ്പൊ ഏറ്റവും സ്ട്രോങ് ആയിരിക്കണം. പിന്നെ അല്ലെങ്കിൽ പ്രശ്നം വന്ന് തിരിച്ച് ഈ മീഡിയേറ്റർ അടുത്ത് വരും, നിങ്ങൾക്കും തലവേദനയായിരിക്കും. ഇപ്പൊ ഒരു കെട്ടൊന്ന് നമുക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത ഊരാവുന്ന എത്തിക്കിടന്നെ അത് കടുങ്കെട്ടാക്കി ആകുമ്പോൾ 4 കെട്ടും കൂടി ഇട്ടിട്ടായിരിക്കും വീണ്ടും കൊണ്ടുവരുന്നത്. മനസ്സിലായ? നമുക്കത് മുറിച്ച് കളഞ്ഞാൽ പോലും പോവാത്ത വിധത്തിൽ.
ഞങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് പിന്നെ ഇവരെ കേസ് അറ്റൻഡ് ചെയ്യാൻ നേരണ്ടാവുള്ളൂ. ഒരു കേസ് കൊണ്ട് നമ്മുടെ ജന്മം പോകും. അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ അതാണ് പാറ്റ്ന ആൻഡ് പാറ്റ്ന. എക്സിക്യൂട്ടബിലിറ്റി നോക്കണം, ആൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കണം. അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇഷ്യൂസിൽ പറഞ്ഞ് നിൽക്കരുത്. അത് നിങ്ങൾ സെക്കൻഡോ തേർഡ് സ്റ്റേജിൽ വേണം കംപ്രസ് ചെയ്യാൻ. നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. നിങ്ങൾ ജസ്റ്റ് കൺസേൺസ് മുഴുവനും കാണണം. അവരെ കൺസേൺസ് വെച്ചാൽ പലതിനും പല രൂപത്തിലാണ് നിങ്ങൾ കണ്ടത്. ഇപ്പോൾ മണ്ണാണെങ്കിൽ തന്നെ അത് മെറ്റലർജിക്കലി പോകുമ്പോൾ അതിന് എന്തെല്ലാം എലമെന്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മളെ കാണുമ്പോൾ ഒരു മണ്ണ് മാത്രമേ ഉള്ളൂ അല്ലേ? കാണുമ്പോൾ ഒരു മണ്ണാണ്. അതിലെന്തുണ്ട്? അയൺ ഉണ്ട്, അലൂമിനിയം ഉണ്ട്, കോപ്പർ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഉണ്ട്? അപ്പൊ മീഡിയേറ്റർ ഒരു മണ്ണ് കാണുമ്പോൾ അതിൽ കാണേണ്ട മീഡിയേറ്റർക്ക് അയണിന്റെ ഒരു ഇഷ്യൂ ആണ് വരുന്നെങ്കിൽ അപ്പൊ അയൺ തന്നെ കാണണം. ആ മണ്ണിൽ എത്രത്തോളം അയൺ ഉണ്ട്, എത്രത്തെ കിട്ടും, ബാക്കി എത്ര വേണമെന്നുള്ള ആ രീതിയിലാണ് കാണേണ്ടത്. അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയം വളരെ കുറവാണ്, അത് കളിമണ്ണാണെങ്കിലാണ് കൂടുതൽ അലൂമിനിയം കിട്ടുക. മനസ്സിലായി? ആ രീതിയിലാണ് കാണേണ്ടത്. അപ്പോൾ പാർട്ടീസ് എന്ത് കാണിക്കുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്ത് കാണുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അതാണ് മീഡിയേറ്റർ സ്കില്ല്. അത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അതാണ് ഞാനിപ്പോൾ നോട്ട് ചെയ്തത്. പിന്നെ നിങ്ങൾ ഈ ഇൻട്രസ്റ്റ് എന്നാൽ 15, 10 ഒരു ക്രൈറ്റീരിയ ഒന്നും ഇല്ലാതാണ്. എന്നാൽ പിന്നെ 9 ആക്കാലോ എന്ന് പറഞ്ഞ എന്തർത്ഥത്തിലാ? കാരണം ഇവിടെ ഇഷ്യൂ മണിയാണ് അല്ലേ? ആ സമയത്ത് കോമ്പറ്റേറ്റീവ് പാർട്ടീസ് ആണെങ്കിൽ നമുക്ക് പറയാം. രീതി മനസ്സിലായോ? കോമ്പറ്റേറ്റീവ്സ് ആണെങ്കിൽ ദേ ആർ ബാർഗൈനിങ് ഫോർ ദി പ്രോഫിറ്റ് അല്ലേ, ഓർ ദി ബെനിഫിറ്റ് ഓൺലി. ഇവിടെ അതല്ലല്ലോ ഇഷ്യൂ. നിങ്ങൾ ആ ചെയ്തതിനെ ബ്രാക്കറ്റിംഗ് എന്നാണ് നമ്മൾ പറയാ. ഇൻ ബിറ്റ്വീൻ ഒരാൾ മേലോട്ട് ഉയർത്തി ഒരാൾ താഴോട്ട് കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെ ബ്രാക്കറ്റിംഗ് എന്ന് പറയാ. ബ്രാക്കറ്റിംഗ് ഉപയോഗിക്കണമെങ്കിൽ അതൊരു കോമ്പറ്റേറ്റീവോ അല്ലെങ്കിൽ മറ്റേ പൊസിഷൻ ബാർഗൈനോ അങ്ങനെയുള്ള ഇഷ്യൂസിലായിരിക്കണം. ഇതങ്ങനെയല്ല, ഇത് ഇനബിലിറ്റി ആണ്. ഇവിടെ ഇൻകം ഇല്ല, പിന്നെ നിങ്ങൾ എങ്ങനെയാ ബ്രാക്കറ്റിംഗ് ചെയ്യുന്നത്? എന്നാ 12% അല്ലെങ്കിൽ 10% എന്നൊക്കെ പറഞ്ഞത്. പിന്നെ അതിന് ഡേറ്റ് 5 ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 3 പറഞ്ഞാൽ ഇതിന് എന്തൊരു ക്രൈറ്റീരിയ? നമ്മൾ എന്ത് പറയുമ്പോൾ അതിന്റെ റീസൺസ് നോക്കണം. മനസ്സിലായ? ഇപ്പൊ കോമ്പറ്റേറ്റീവ് ആണ് എങ്കിൽ നമുക്ക് വിചാരിക്കാം അവരെ ആ കോമ്പറ്റേറ്റീവ് ഇഷ്യൂസ് ഒന്ന് തകർക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് നിങ്ങൾ രണ്ടാളും പറഞ്ഞ വേണ്ട ഞാൻ പറയാന്നാക്കുന്ന ഒരു സ്റ്റേജിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ബ്രാക്കറ്റിംഗ് നടത്തുന്നത്. കേട്ടോ? അപ്പൊ ക്രൈറ്റീരിയ വേണം. നമ്മൾ എന്ത് സജസ്റ്റ് ചെയ്യുമ്പോഴും വെറുതെ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എത്രയാണ് എനിക്ക് പറയാനുള്ളത്? പിന്നെ വിശാഖ, ഡെഫിനിഷൻസ് കയ്യിൽ എഴുതി പിടിക്കണം. എപ്പോഴും ഉണ്ടോ കയ്യില്? ഒന്ന് പ്രോസസ് ആസ്പെക്ട് ഒന്ന് വായിച്ച. കാണാണ്ട് പറയാൻ പറ്റും, കാണാണ്ട് പറഞ്ഞോ. Mediation is a process for resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding to their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. ഇവിടെ ഈ ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള പ്രോസസ് എന്താ ഉദ്ദേശിച്ചത്? മീഡിയേറ്റർ അവിടെ എന്താ ചെയ്യേണ്ടത്? വൃത്തിക്ക് മനസ്സിലാക്കിയിട്ട് ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള പ്രോസസ് എന്താന്ന് എന്താ മനസ്സിലായത് വിശാഖയ്ക്ക്? അവരുടെ കൺസേൺസും ഇഷ്യൂസും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് സാറ് പറഞ്ഞ പോലെ ഓരോ ഇതായിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ മനസ്സിലാക്കലല്ല, നമ്മൾ മനസ്സിലാക്കി അവരെ മനസ്സിലാക്കിക്കലാണ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഒന്നുകൂടി വായിച്ചേ. ആദ്യം തൊട്ടോ? ആ പ്രോസസ് തന്നെ. Mediation is a process for resolving controversies in which a neutral intervener assists two or more negotiating parties to identify matters of concern, develop a better understanding of their situation,
and based upon that improved understanding, developed mutually acceptable proposal ഈ to മൂന്ന് resolve those പ്രോസസ്സാണ് concerns. ചെയ്യേണ്ടത്. ഈ മൂന്ന് പ്രോസസ്സാണ് ചെയ്യേണ്ടത്. ഈ മൂന്ന് പ്രോസസ്സ് എന്ന് വെച്ചാൽ ഇവർ അന്യോന്യം മീഡിയേറ്റർ ചെയ്യേണ്ട കാര്യമാണ്. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദ സിറ്റുവേഷൻ ഓഫ് ബോത്ത് പാർട്ടീസ് ടു ബോത്ത് സൈഡ്. മനസ്സിലായ? നിങ്ങൾ എന്താ പറയേണ്ടത്? വേണുവിനോട് പറയേണ്ടത് ശ്യാമിന്റെ അവസ്ഥ എങ്ങനെയാണ്, നമ്മളോട് എന്ത് തന്നെ ടേംസ് പറഞ്ഞാലും അത് നടക്കണം, അല്ലാതെ വെറുതെ 5 മാസം 4 മാസം എന്നിട്ട് കാര്യമില്ല. ഇങ്ങനെയാണ് സംഗതി എന്ന് പറഞ്ഞാൽ അത് ബെറ്റർ അണ്ടർസ്റ്റാൻഡിലോട്ട് കൊണ്ടുവരാനാണ് ബ്രെയിൻ സ്റ്റോമിങ് നമ്മൾ നടത്തുന്നത്. പറഞ്ഞ മനസ്സിലായ? അപ്പോഴല്ലേ ഇൻസ്റ്റാൾമെന്റിന്റെ കാര്യം ഇൻട്രസ്റ്റ് ഒക്കെ കുറവ് വരുള്ളൂ. അപ്പോഴല്ലേ വേണുവിന്റെ ശ്യാമിന്റെ ഇൻകം എങ്ങനെ കൂട്ടാനുള്ള ഹെൽപ്പ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ വേണു ചെയ്യുള്ളൂ. മനസ്സിലായോ? അപ്പൊ അതാണ് പ്രോസസ്സ്. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അത് മനസ്സിലാകുമ്പോഴല്ലേ നെഗോഷിയേഷൻ ടൈംസിലോട്ട് അവർ വരുള്ളൂ. ബാറ്റിനൊക്കെ വരുന്ന അപ്പോഴേ വരുള്ളൂ. അപ്പൊ ആ പ്രോസസ് ഉണ്ടാവണം. അടുത്ത പ്രോസസ്സും കൂടി ഒന്ന് വായിച്ചേ. ഫങ്ഷണൽ okay. Mediation is a structured, formal negotiation process following a set of key principles facilitated by a neutral third party mediator to assess the parties in dispute and reaching a voluntary resolution of a dispute. ഇപ്പൊ ആ വോളണ്ടറിനെസ്സുകളിൽ എത്തിക്കണമെങ്കിലും അവർ സ്വമേധയാ ഈ ഇനബിലിറ്റീസ് മനസ്സിലാവണം. ഞാൻ എന്ത് പറഞ്ഞാലും കാര്യമില്ല, ഇന്ന സംഗതി. അപ്പോൾ തമ്മിൽ ഭേദം 10 ഇൻസ്റ്റാൾമെന്റ് ആയാലും സംഗതി കെട്ടിട്ടേ നിൽക്കും. കോടതി പോവാണെങ്കിൽ ഇത്ര ടൈമിലൊന്നും കിട്ടില്ല. വിധിയായി, ഡിഗ്രി ആയി, അപ്പീൽ കഴിഞ്ഞ് എക്സിക്യൂഷൻ വരണമെങ്കിൽ നൂറ്റാണ്ടുകൾ എടുക്കും. അതാണ് ബ്രെയിൻ സ്റ്റോമിൽ നമ്മൾ പറയുന്നത്. അപ്പോ ബെറ്റർ ദാൻ നെവർ എന്നുള്ളൊരു ഇഷ്യൂ ആണ്. കാരണം അതല്ലെങ്കിൽ എപ്പോഴും കിട്ടില്ല, എപ്പോഴേലും കിട്ടില്ല. മനസ്സിലായ? അതിനിപ്പോ 10 ആയാലും വേണ്ടില്ല, നമുക്കത് കിട്ടും എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് വരണമെങ്കിൽ 10 ഇൻസ്റ്റാൾമെന്റ് തന്നാ എന്നുള്ള അവസരത്തിലോട്ട് എത്തിക്കണം. അതാണ് നമ്മുടെ സ്കില്ല്. കേട്ടോ? ഓക്കെ. രേവതി, ഈ പ്രോസസ് ആസ്പെക്ട് ഒന്ന് വായിക്കൂ, പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞോ. Sir, mediation is a process for resolving controversies in which a neutral intervener assists 2 or more negotiating parties to identify matters of concern, develop a better understanding of their situation, and based upon that improved understanding, develop mutually acceptable proposal to resolve those concerns. ഇവിടെ നമ്മളത് ഐഡന്റിഫൈ ചെയ്യണം, അവരുടെ കൺസേൺസ് എന്താണെന്നുള്ളത്. ഐഡന്റിഫൈ ചെയ്യുന്നതിൽ ചെറിയൊരു പിഴവഴി ഉണ്ടായി അല്ലേ? ഇൻകം ഇല്ല എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് വെച്ചിട്ട് വേണം സജസ്റ്റ് ചെയ്യണമെങ്കിൽ മീഡിയേറ്റർ ആ ഒരു ഭാഗം അന്യോന്യം കൺവേ ചെയ്യുന്നതിന് മീഡിയേറ്റർ അത് കാണാതെ തന്നെ ഇൻസ്റ്റാൾമെന്റും ഇൻട്രസ്റ്റും ഒക്കെ പറഞ്ഞു. മനസ്സിലായി? അപ്പൊ അത് ഫസ്റ്റ് ഞാൻ ഐഡന്റിഫൈ ചെയ്തിട്ട് മറ്റൊരു ഇതാണ് ഈ സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ ഈ ടേംസ് എഴുതിയാൽ എങ്ങനെ ശരിയാവും ചോദിക്കണ്ടേ? ആകെ ഇത്രേ ഉള്ളോ, വരുമാനം കഴിച്ച് ഇത്രേ ഉള്ളോ, ഇവർ പറഞ്ഞിട്ടുണ്ട്. എത്ര സാലറി എന്ന് ചോദിച്ചില്ല, അത് വേറെ കാര്യം. എത്ര സാലറി ചോദിച്ചെങ്കിൽ നമുക്ക് ചിലവൊക്കെ കഴിച്ച് ബാക്കി എത്ര ഉണ്ടെന്ന് ചോദിക്കാൻ പറ്റുള്ളൂ. സാലറി കുറവെന്ന് പറഞ്ഞിട്ട് സാലറി കുറവാണ്, എത്രയുണ്ട്, എനിക്ക് ആകെ 75,000 രൂപയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് കുറവാണ്. അപ്പൊ മാസം ഒരു 20,000 വെച്ച് കൊടുത്തിട്ടെന്ന് ചോദിച്ചൂടെ? 75,000 ഉണ്ടെങ്കിൽ അയാളെ ചെലവ് വെച്ചിട്ടാണ് ചെരുവെന്ന് പറഞ്ഞത്. അപ്പൊ എന്താന്ന് നമ്മൾ അറിയണം, മീറ്റർ ചോദിക്കണം. പോട്ടെ, എത്ര ഉണ്ടെന്ന് ചോദിക്കാം. ഇപ്പൊ 30-40 ഉള്ളെങ്കിൽ നമുക്കത് 60 ആക്കാൻ എന്ത് മാർഗം? അഡീഷണൽ ഒരു ജോലി കിട്ടിയാൽ പോലും ചോദിച്ചൂടെ? മാസം 10,000 കിട്ടാവുന്ന ഒരു അഡീഷണൽ ജോലി എനിക്ക് ചെയ്യാൻ പറ്റില്ല, കണ്ടുപിടിക്കാൻ പറ്റും ചോദിച്ചൂടെ? മനസ്സിലായി? ഈ രീതിയിൽ വേണം നമ്മൾ എഫക്റ്റീവ് ആണെങ്കിൽ. അപ്പൊ ഐഡന്റിഫിക്കേഷൻ ഓഫ് കൺസേൺസ് ഒരു കൺസേൺ ആയിരുന്നു ഇവിടെ. മനസ്സിലായ? നിങ്ങൾ കണ്ടുപിടിച്ചതല്ലേ ആക്ച്വൽ കൺസേൺ. റൂട്ടിലോട്ട് പോകണം. ഓക്കെ. ഇനി ഫങ്ഷണൽ ആസ്പെക്ട് ഒന്ന് വയ്ക്കും. Functional aspect in mediation is a structured formal negotiation process following a set of key principles facilitated by a neutral third party, that is a mediator, to assist the parties in dispute in reaching a voluntary resolution of the dispute. ഇവിടെ സ്ട്രക്ചേർഡ് ആണ്, ഫോർമൽ ആണ്, ഫോളോയിങ് എ സെറ്റ് ഓഫ് കീ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് സെറ്റിംഗ് ഓഫ് അജണ്ട ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായി? ആ സ്ട്രക്ചേർഡ് ആ ഫോമിൽ തന്നെ ചെയ്യണം. അത് ചെയ്ത് നിങ്ങളത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇമ്പോർട്ടൻറ്റ് കൺസേൺ സ്കിപ്പ് ആവും. മനസ്സിലായ?
അത് നിങ്ങൾ അത് ഇൻകം എന്നുള്ളത് ശ്യാമിന്റെ ഇൻകം അത് ഇൻകം എന്ന് എഴുതിയാൽ മതി, രണ്ടു കൂട്ടി കൺസേൺ ആകുമ്പോൾ. കാരണം മറ്റാളിനെ സംബന്ധിച്ച് ഇൻകം പ്രശ്നമാണ്, ബിക്കോസ് ഹി ഓസ് ഡെറ്റ്സ്. മനസ്സിലായി? അവിടെയും ഇൻകം ഉണ്ട്, അവിടെ ഇൻകം കൺസേൺ ആണ് പുള്ളിയുടെ. കാരണം ഈ പുള്ളിക്ക് ആ ഇൻകം സഫീഷ്യൻ്റ് ബിക്കോസ് ഹി ഹാസ് ലയബിലിറ്റീസ്. മനസ്സിലായോ? ഇവിടെ ഇൻകം സഫീഷ്യൻ്റ് ഇല്ല ബിക്കോസ് ഹി വാണ്ട് ടു റീപേ ദി ലോൺ. അതിനും അപ്പൊ ആ രീതിയിൽ വേണം കാര്യങ്ങൾ നമ്മൾ കാണാൻ. ഓക്കെ, ഇനി അടുത്തത് ആരാണ്? നന്ദിത. നന്ദിത സൈൻ ഔട്ട് ആയോ? നെറ്റ് ഇഷ്യൂസ് ഉണ്ട്. നിങ്ങളുടെ BSNLന്റെ അഡ്രസ് വല്ലതും ഉണ്ടോ? ഇല്ല സർ. സ്റ്റീഫൻ ഐ എം കണക്ടിങ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പില്. പിന്നെ ഈ നടക്കാത്ത കാര്യമല്ല നീ പറയുന്നത്. BSNL വെച്ചിട്ട് എവിടെ കണക്ട് ചെയ്യാനാ? എവിടെയെങ്കിലും പുള്ളി ഒരു വീഡിയോ കോൺഫറൻസ് അത് വെച്ച് നടത്തുന്നത് ചോദിക്കുമെങ്കിൽ നമുക്ക് ഒരു അവാർഡ് കൊടുക്കാനാണ്. ഇന്നവരെ ഞാൻ കേട്ടില്ല ആരെങ്കിലും BSNL വെച്ചൊരു വീഡിയോ കോൺഫറൻസ് നടത്തിയായിട്ട്. എന്നിട്ട് ആ ഒരു സാധനം നമ്മളെ പൊട്ടന്മാരാക്കാം, അത് വെച്ചിട്ട് ഞാൻ കയറുന്നിട്ട് പേടിപ്പിക്കുക, നടക്കാത്ത കാര്യം. എനിവേ, അപ്പോ അവിടെയും കണക്റ്റിന്റെ ഇഷ്യൂ ആണ് അല്ലെ? കണക്ടിവിറ്റി തന്നെയല്ലേ? പോയതാണ് ആക്ച്വലി. എന്റെ അടുത്ത് സംസാരിച്ചിരുന്ന സമയത്ത് പോയതാണ്. ഇത്ര നേരം ഉണ്ടായിരുന്നു സർ. ഈ കണക്ടിവിറ്റി നിങ്ങൾ ഈ കണക്ടിവിറ്റി പോകുന്ന എപ്പോഴാണെന്നറിയോ? ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അഡീഷണൽ ഒരു 2 GB ഒന്ന് ആഡ് ഓൺ ഇട്ട് എപ്പോഴും വെക്കും. അത് അവര് കുറയുമ്പോൾ സ്പീഡ് കുറയ്ക്കുന്നതാണ് അവര്. പലതിലും അതുണ്ടാവണത്. മനസ്സിലായ? അപ്പൊ ഒരു ഏതാണെങ്കിലും ഒരു 2 GB അഡീഷണൽ ഇട്ട് കഴിഞ്ഞാല് നമുക്കത് ഉപയോഗിക്കാനും പറ്റും പിന്നീടായാലും. നിങ്ങൾക്കൊന്ന് ഇഷ്ടംമാതിരി ക്ലാസ്സുകളുള്ളതല്ലേ. അപ്പോൾ ഒരു ആഡ് ഓൺ ഇട്ട് കഴിഞ്ഞാൽ അവർ സ്പീഡ് കുറയ്ക്കില്ല. അല്ലെങ്കിൽ അവർ ആ ലിമിറ്റ് കഴിയും തോറും അനുസരിച്ച് സ്പീഡ് കുറയ്ക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് കണക്ടിവിറ്റി പ്രോബ്ലംസ് വരുന്നത്. നന്ദിത. ഇനി ഡെഫിനിഷൻ വായിക്കേണ്ടി വരും, ഞങ്ങൾ പറഞ്ഞില്ല എന്ന് പറയോ? നന്ദിയെ കാണുന്നു. അൺമ്യൂട്ട് ചെയ്യും. നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. നന്ദിത പറയുന്നുണ്ട്, പക്ഷെ അത് പൊട്ടി നമുക്ക് പയ്യെ ആയിട്ടാ കേൾക്കുന്നത്. വേണ്ട, ഇനിയിപ്പോ നമ്മുടെ ഫോണും പൊട്ടിത്തെറിക്കണ്ട, നമുക്ക് തൽക്കാലം എക്സ്ക്യൂസ് കൊടുക്കാം രണ്ടാൾക്കും. അപ്പൊ ഫോർത്ത് ടൈം ഇന്നൊക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ദിവസം നിങ്ങൾ ദയവ് ചെയ്ത് കണക്ടിവിറ്റി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാം. ഒന്നില്ലെങ്കിൽ സിം മാറണമെങ്കിൽ കുറച്ചാൾക്ക് സിം ഒന്ന് മാറാം. നിങ്ങളുടെ ഏരിയയിലുള്ള ഏറ്റവും കണക്ടിവിറ്റി എവിടെയാന്ന് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ അന്നത്തെ ദിവസം യാത്ര ചെയ്യുകയാണെങ്കിൽ എവിടെയാ പോകണമെന്ന് വെച്ചാൽ അവിടെ ചോദിക്കുക, കണക്ടിവിറ്റി ഏതുണ്ടാവും, അതിനുള്ള സിമ്മ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ പോകണം. നിങ്ങളൊരു ഐഡിയ ഇല്ലാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാലും നടക്കില്ല. കാരണം ഓൺലൈനിൽ അവിടെ ചെന്ന് കയറാൻ വെച്ചിട്ടാകും പോകണം. പക്ഷെ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ അവിടെ വിളിച്ചു ചോദിക്കുക, കണക്ടിവിറ്റി ഉണ്ടോ ഇല്ലെങ്കിൽ വല്ല ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. ഇനിയിപ്പോൾ അവരുടെ സിമ്മിൽ ഇല്ലാത്താണെങ്കിൽ ആഡ് ഓൺ പൈസ ഇടാൻ പറയുക, പൈസ കൊടുക്കുക അവർക്ക്, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വെറുതെ ബുദ്ധിമുട്ടും. എടാ, അപ്പൊ നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? ഓക്കെ, അതിൽ ഒന്ന് ആവുന്നത് നമ്മളത് റെക്കോർഡൊന്ന് ഇവർക്ക് അയച്ചു കൊടുക്കാൻ നോക്കണം. ഇനിയിപ്പോ ഇവർക്ക് ക്ലാസ് കഴിഞ്ഞനുസരിച്ച് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. താങ്ക് യു. താങ്ക് യു.